ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞായിരുന്നോ? എല്ലാം ക്ലിയർ ആയിരുന്നോ? ബാക്കി ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാണോ? എന്നാ അതാണ് ഈ വീഡിയോ. ഈസി വേസിന്റെ ഹൈബ്രിഡ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഡി പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡി പാർട്ട് ക്വസ്റ്റ്യൻ 4 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 24ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. എ ബി സിയുടെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് എ ഡിയും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഒന്ന് രണ്ട് ക്വാണ്ടിറ്റീസ് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. എ ഡി ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സി ഡി ഇസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി അതും തന്നിട്ടുണ്ട്. ഈ എ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. ഇത്രയും കാര്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. കാൽക്കുലേറ്റ് ടാൻ എക്സ്. ടാൻ എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ ഫിഗറിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാനിന്റെ ഡെഫിനിഷൻ അറിയാം. ടാനിന്റെ ഡെഫിനിഷൻ എന്തുവാണ്? ടാനിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത് എന്തുവാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഫിഗറിൽ ഒന്ന് നോക്കണം. അപ്പൊ എക്സ് കിടക്കുന്നത് ഈ ഒരു ട്രയാങ്കിളിലാണ്. അപ്പൊ ഈ ട്രയാങ്കിൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പുറത്തെ സൈഡിലോട്ട് പോകണ്ട. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന വശം എന്ന് പറയുന്നത് ഏതാണ്? ഈ 6 സെന്റിമീറ്റർ ആണ് അല്ലെ. എക്സിന്റെ അഡ്ജസന്റ് കിടക്കുന്ന വശം എന്ന് പറയുന്നത് ഏതാണ്? ഈ 9 സെന്റിമീറ്റർ ആണ്. അപ്പൊ എങ്ങനെ എഴുതും? ടാൻ എക്സ് ഈസ് ഈക്വൽ ടു 6/9 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇവിടെ നമുക്കൊരു വില തന്നിട്ടുള്ളത് കൊണ്ടാണ് 6/9 എന്ന് എഴുതിയ. ഒരു പക്ഷേ ക്വസ്റ്റ്യനില് വില ഇല്ലെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? എ ഡി ബൈ സി ഡി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ടാൻ എക്സിന്റെ വില എങ്ങനെ എഴുതിയാൽ മതി? എ ഡി ബൈ സി ഡി. വില ഇല്ലാതെ എഴുതിയാൽ മതി. ഇവിടെ നമുക്കൊരു വാല്യൂ ഉള്ളത് കൊണ്ട് ആ വാല്യൂ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6നെ 9നെ നമുക്ക് വെട്ടിക്കുറയ്ക്കാം. വെട്ടിക്കുറയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 3യുടെ ടേബിളിൽ നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റും. 2/3 എന്ന് വരും. ടാൻ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2/3. വെട്ടിക്കുറച്ചും കൂടെ എഴുതണം. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കീയിൽ വരുന്നത്. ഓക്കെ, ഇതിന് ബി പാർട്ട് നോക്കുമ്പോഴത്തേക്ക് ആംഗിൾ ബി എ ഡി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ബി എ ഡി നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ട്. ആംഗിൾ ബി എ ഡി. ബി എ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ആംഗിൾ? ബി എ ഡി. ഇതാണ് ആ ആംഗിൾ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഫിഗറിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. ഫിഗറിൽ നോക്കുവാന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി ആണ്. ഇത് എക്സ് ആണ്. ഈ ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിൾ എത്ര വരും? നമ്മൾ പല ക്വസ്റ്റ്യൻസിലും ഓൾജിബ്രയിലും ട്രിഗണോമെട്രിയിലും ട്രയാങ്കിൾസിലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു 90 ഡിഗ്രി ട്രയാങ്കിളില് ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് എക്സ് ആണ്. നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചാണ് അത് എഴുതുന്നത്. 90 മൈനസ് എക്സ് ആണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. 90 മൈനസ് എക്സ് ആയിട്ട് വരുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എത്ര വരും? അത് എക്സ് ആയിട്ട് വരും. ഇത് എക്സ്. 90 മൈനസ് എക്സിന്റെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഈ ട്രയാങ്കിളില് ഇത് 90 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് വശവും എത്രയായിട്ട് വരും? എക്സ് ആയിട്ട് തന്നെ വരും. അപ്പം ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ നോക്കിക്കേ, ഇത് 90 മൈനസ് എക്സ് ആയിട്ട് വരും. ഓക്കെ, നമ്മൾ എഴുതിയത് മനസ്സിലായ? ഈ ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളില് ഇത് എക്സ് ആണ്, ഇത് 90 ആണ്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ 90 മൈനസ് എക്സ്. 90 മൈനസ് എക്സിന്റെ കൂടെ കിടക്കുന്ന, അതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. അത് എക്സ് ആയതുകൊണ്ട് അത് എക്സ് കിട്ടി. ഇവിടെ 90 ഡിഗ്രി കിട്ടി. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ സ്വാഭാവികമായിട്ടും വീണ്ടും എത്രയാവും? 90 മൈനസ് എക്സ് ആവും. ഇനി നമുക്ക് ഇവിടെ ഉത്തരം കിട്ടിയ ആംഗിൾ ബി എ ഡി. ബി എ ഡിയുടെ വില എത്രയാണ് വന്നേക്കുന്നത്? ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി തന്നെയാണ് ആംഗിൾ ബി എ ഡിയുടെ വില അവിടെ കിട്ടുന്നത്. ഓക്കെ, സി പാർട്ട് ക്വസ്റ്റ്യൻ. രണ്ട് സൈഡ് കണ്ടുപിടിക്കാനുണ്ട്. എ സിയും ഉണ്ട്, ബി ഡിയും ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്. എ സി നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എ സി എന്ന് പറയുന്നത് ഈ വശം സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കോടാ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലേ. ഇത് 6 സെന്റിമീറ്റർ ഉണ്ട്, ഇത് 9 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ റൈറ്റ് ട്രയാങ്കിളിൽ രണ്ട് വശം അറിയാം. മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഐഡന്റിറ്റിയാ ഉപയോഗിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് പറഞ്ഞേ, ഏത് ഐഡന്റിറ്റിയാ അവിടെ ഉപയോഗിക്കുന്നത്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം ഇവിടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എ സിയുടെ നീളം നമുക്ക് സിമ്പിൾ ആയിട്ട് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. എ സി എന്ന് പറയുന്നത് അവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് ആണ്.
ഇല്ലേ? എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അതല്ലേ ഇക്വേഷൻ? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 9 സ്ക്വയർ എത്രയാടാ? 9 സ്ക്വയർ 81 പ്ലസ് 6 സ്ക്വയർ എത്രയാണ്? 36. 9 സ്ക്വയർ പ്ലസ് 81 പ്ലസ് 36 എത്ര വരും? കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര വരും? 117 സെന്റിമീറ്റർ എന്ന് കിട്ടും എ സിയുടെ നീളം. ക്ലിയർ ആണല്ലോ? നമുക്കിനി ഒരു നീളവും കൂടെ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ഇവിടെ ബി ഡിയും കൂടെ കണ്ടുപിടിക്കണം. ബി ഡി കണ്ടുപിടിക്കാൻ, ബി ഡി എന്ന് പറയുന്നത് ഈ വശമാണ്. ഈ വശം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിലെ മറ്റു വശങ്ങൾ രണ്ടെണ്ണം അറിയത്തില്ല. ഒരു വശം 6 സെന്റിമീറ്റർ മാത്രമേ അവിടെ അറിയാവുള്ളൂ. അപ്പൊ വീണ്ടും നമുക്ക് പൈതഗോറസ് തിയറം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇനി എന്തെങ്കിലും വഴി ഉണ്ടാകും നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിമിലർ ട്രയാങ്കിൾസ് കിടപ്പുണ്ട്. നമ്മുടെ 9th സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ നിങ്ങൾ സിമിലർ ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. ആ സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും രണ്ടും സിമിലർ ആണ്, സിമിലർ ട്രയാങ്കിൾ ആണ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അത് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന്? ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് നോക്കിക്കേ. എക്സ് 90 മൈനസ് എക്സ് 90 ആണല്ലോ. അതേപോലെ ഇവിടത്തെ ആംഗിൾസ് നോക്കിക്കേ. എക്സ് 90 മൈനസ് എക്സ് 90. മൂന്നിന്റെയും ആംഗിൾസ് സെയിം അല്ലേ? 3 ആംഗിൾസും അവിടെ സെയിം ആയിട്ട് വന്നതുകൊണ്ട് 2 ട്രയാംഗിൾസും സിമിലർ ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ ചെയ്തു തുടങ്ങാം? ഈ ബി ഡി കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ സ്റ്റെപ്പ് എഴുതി വരാം? ട്രയാങ്കിൾ എ സി ഡി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ആർ സിമിലർ ട്രയാങ്കിൾ. സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് നമുക്ക് പറയാം. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് റേഷ്യോസ് അവിടെ എടുക്കാൻ പറ്റും. കറസ്പോണ്ടിങ് റേഷ്യോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങളുടെ റേഷ്യോവും 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങളുടെ റേഷ്യോവും ആ ഓർഡറിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ട്രയാങ്കിൾ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം ഏതാണ്? ബി ഡി. ബി ഡി ബൈ ഈ ട്രയാങ്കിൾ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം ഏതാണ്? എ ഡി. ഫിഗർ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കോളേ. ഈ ട്രയാങ്കിളില് 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? 90 മൈനസ് എക്സിന് എ ഡി. എ ഡി ആണ്. ഈ ട്രയാങ്കിളിന് 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? സി ഡി. ഓക്കെ, ഇതിൽ നമുക്ക് അറിയാവുന്ന വിലയെല്ലാം കൊടുക്കാം. എ ഡിയുടെ വില നമുക്ക് അറിയാമോ? എ ഡിയുടെ വില എന്ന് പറയുന്നത്, ബി ഡിയുടെ വില നമുക്ക് അറിയത്തില്ല. ബി ഡി ആയിട്ട് തന്നെ കൊടുത്തു. എ ഡി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഈസ് ഈക്വൽ ടു വീണ്ടും എ ഡി 6 ആണ്. സി ഡി എത്രയാണ്? സി ഡിയുടെ വില എന്ന് പറയുന്നത് 9 ആണ്. ഇത്രയും കിട്ടും. ഇനി ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും? ബി ഡി ഈസ് ഈക്വൽ ടു ഈ 6നെയും കൂടെ അങ്ങ് അപ്പുറത്തോട്ട് വിട്ടേ. 6 into 6 by 9. 6 into 6 എന്ന് പറയുമ്പോഴത്തേക്ക് 36. 36 by 9 എന്ന് പറയുന്നത് എത്ര വരും? എത്ര വരുവാടാ? 4 സെന്റിമീറ്റർ. വി ഡി is equal to എത്ര വരും? 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിവിടെ എ സി is equal to root 117 സെന്റിമീറ്ററും ബി ഡി is equal to 7 സെന്റിമീറ്റർ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക. സിമിലർ ട്രയാങ്കിൾസിന്റെ ഐഡിയ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പഠിച്ചത് കൊണ്ട് കുറച്ച് മറന്നിട്ടുണ്ടാവും. ഒന്നും കൂടെ ഒന്ന് വീഡിയോ കാണുമ്പോൾ അത് ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് കോർഡിനേറ്റ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അത് ആക്സിസ് വരച്ചു, അത് മാർക്ക് ചെയ്യണം. ആക്സിസ് നമുക്ക് വേണ്ട നീളത്തിൽ ആക്സിസ് വരച്ചു. എനിക്കിവിടെ നെഗറ്റീവ് ആക്സിസും പോസിറ്റീവ് ആക്സിസും ആവശ്യമുണ്ട്. അതനുസരിച്ചുള്ള ഒരു നീളത്തിൽ ഞാൻ വരച്ചു. അത് തന്നിരിക്കുന്ന പോയിന്റ് അനുസരിച്ച് വേണം നിങ്ങൾ ആ നീളത്തിന് ഇട്ടേക്കാൻ. -3,1. -3,1 എവിടെ മാർക്ക് ചെയ്യാം? -3 എന്ന് പറയുന്ന എക്സ് ആക്സിസും 1 എന്ന് പറയുന്നത് എവിടെയാണ്? 1 എന്ന് പറയുന്നത് വൈ ആക്സിസുമാണ് വരുന്നത്. സോറി, വൈ ആക്സിസിലെല്ലാം നെഗറ്റീവ് കൊടുത്തു പോയി. ഓക്കെ, ഇതെല്ലാം പോസിറ്റീവ് വൈ ആണ്. അപ്പൊ -1 എന്ന് പറയുന്ന എക്സ് ആക്സിസും 1 എന്ന് പറയുന്ന വൈ ആക്സിസും എന്താ പോയിന്റ് ഇവിടെ വരും. -3,1. ഓക്കെ, 0,5 എവിടെ വരും? 0,5 എന്ന് പറയുമ്പോഴത്തേക്ക് അത് എവിടെ വരുന്നതാണ്? ആക്സിസിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. എവിടെ വരും? 0,5 എന്ന് പറയുമ്പോഴത്തേക്ക് വൈ ആക്സിസിൽ വരുന്ന പോയിന്റ് ആണ് 0,5. ഇതെല്ലാം മാർക്ക് ചെയ്യാൻ, പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം.
6,5 എക്സ് ആക്സിസിൽ 6ഉം വൈ ആക്സിസിൽ 5ഉം ആണ് വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഏകദേശം ഇവിടെ വരും. നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കി കറക്റ്റ് ആയിട്ട് തന്നെ അത് വരയ്ക്കണം. കറക്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ എടുത്ത് തന്നെ ഫിഗർ എക്സാമിന് വരയ്ക്കണം. 6,5 മൂന്നും മാർക്ക് ചെയ്തു. ഫസ്റ്റ് പാർട്ട് അതായിരുന്നു, ഡ്രോ എ പെയർ ഓഫ് ആക്സിസ് ആൻഡ് ഡ്രോ ദ പാരലോഗ്രാം. ഈ പോയിന്റ് പൊതുവെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് 3 കോർഡിനേറ്റ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും എന്ന് ചോദിക്കും. ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നല്ലേ, റോംബസ് എന്നായിരുന്നു അതിന്റെ ഉത്തരം. ഇവിടെ നമുക്ക് ക്വാഡ്രിലാറ്ററലിന്റെ പേര് ചോദിച്ചിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അതൊരു പാരലോഗ്രാം ആണെന്ന്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പാരലോഗ്രാമിന്റെ രീതിയിൽ തന്നെ കണക്ട് ചെയ്യാം. അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ കണക്ട് ചെയ്യാന്ന് നോക്കിക്കോ. ഇതിലെ പോയിന്റ്സ്, കറസ്പോണ്ടിങ് പോയിന്റ്സ്, അഡ്ജസന്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് കണക്ട് ചെയ്തങ്ങ് കൊടുത്താൽ മതി. ഇത്രയും ലൈൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഇതൊരു പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഈ ലൈനിന്റെ അതേ ചരിവ് എവിടെ വരണം? ഇപ്പുറത്തെ സൈഡിലും വരണം. അപ്പൊ നമുക്ക് ചരിവ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ മെനക്കെടുവൊന്നും വേണ്ട. ഒരു പാരലോഗ്രാമിന്റെ ഫോർത്ത് വെർട്ടെക്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ലേ? ഫോർത്ത് വെർട്ടെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കുക ഏകദേശം ഇവിടെ വരും, ഈ ഒരു ഭാഗത്തായിരിക്കും വരുന്നത്. ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ നമുക്കൊരു വഴി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? 3 വെർട്ടെക്സ് തന്നിരിക്കുമ്പം ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കുന്ന ഇത് രണ്ടെണ്ണത്തിന്റെയും വാല്യൂസ് കൂട്ടിയിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ് കുറച്ചാൽ പോരെ? അങ്ങനെ ഒരു വില പഠിച്ചിട്ടില്ലേ? അപ്പൊ ഫോർത്ത് വെർട്ടെക്സിന്റെ വില എങ്ങനെ വരും? ഫോർത്ത് വെർട്ടെക്സ് is equal to ഇതിന്റെ രണ്ടിന്റെ എക്സ് കോർഡിനേറ്റ് ഒന്ന് കൂട്ടിക്കേ. -3 + 6 എത്ര വരും? 3. അതിൽ നിന്ന് എക്സ് കുറയ്ക്കുമ്പോഴത്തേക്ക് 3 ആണ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. വൈ കോർഡിനേറ്റ് എങ്ങനെ വരും? വൈ കോർഡിനേറ്റ് 1, 5 ഇത് രണ്ടും കൂടെ കൂട്ടണം, എന്നിട്ട് ഇവിടത്തേത് കുറയ്ക്കണം. കുറയ്ക്കുമ്പോഴത്തേക്ക് 1 തന്നു വരും. 3,1. 3,1 എവിടെ വരുവാടാ? ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയേ. 3,1 ഏകദേശം ഈ ഭാഗത്ത് വരും. 3,1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റ്സ് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്തൂടെ? കണക്ട് ചെയ്ത് ഒരു പാരലോഗ്രാം ആയിട്ട് വരച്ചൂടെ? സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. ഞാനിവിടെ കറക്റ്റ് മെഷർമെന്റ്സ് ഈക്വൽ ഇന്റർവെൽ കിട്ടാത്തത് കൊണ്ട്, ഒരു എറർ വന്നത് കൊണ്ടാണ് എനിക്ക് ഫിഗർ ഒന്ന് ചരിഞ്ഞു പോയത്. നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുന്ന സമയത്ത് സ്കെയിൽ ഉപയോഗിച്ച് 1 സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് തന്നെ ഓരോ ആക്സിസിലെയും പോയിന്റ്സ് മാർക്ക് ചെയ്യണം. സ്കെയിൽ ഉപയോഗിച്ച് തന്നെ ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പാരലോഗ്രാം വരച്ചു. ബി പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോർത്ത് വെർട്ടെക്സ് ആണ്. ബി പാർട്ടിന്റെ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടി. ഫോർത്ത് വെർട്ടെക്സ് എന്ന് പറയുന്നത് എത്ര വരും? 3,5. ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കുന്നത് അറിയാലോ. ഈ രണ്ട് വെർട്ടെക്സിന്റെ വാല്യൂസ് കൂട്ടിയതിന് ശേഷം ഓപ്പോസിറ്റ് വെർട്ടെക്സിന്റെ വാല്യൂ കുറയ്ക്കണം, നാലാമത്തെ വെർട്ടെക്സ് കിട്ടാനായിട്ട്. അപ്പൊ ഫോർത്ത് വെർട്ടെക്സിന്റെ വാല്യൂ കിട്ടി. സി പാർട്ടിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് ഏരിയ ഓഫ് പാരലോഗ്രാം. പാരലോഗ്രാമിന്റെ ഏരിയ ആണ്. പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ബി ഇൻറ്റു എച്ച്, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇവിടുത്തെ ബേസ് എത്രയാണ്, ഹൈറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ബേസ് എത്ര വരും? ബേസിന്റെ നീളം ഈ താഴത്തെ നീളം നിങ്ങൾ എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇത് നോക്കാൻ വേണ്ടി നിങ്ങൾ ഡിസ്റ്റൻസ് ഫോമിൽ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫിഗറിൽ നോക്കി തന്നെ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും ആ ബേസിന്റെ നീളം എത്രയുണ്ടെന്ന്. എത്ര എടുക്കും നിങ്ങൾ ബേസിന്റെ നീളം? ഇവിടെ -3 ആണ് എക്സ് ആക്സിസ്, ഇവിടെ +3 ആണ് എക്സ് ആക്സിസിൽ വരുന്നത്. അപ്പൊ നമുക്കുള്ള നീളം എവിടം തൊട്ട് എവിടം വരെ ഉണ്ട്? ഏകദേശം അല്ല, ഇത്രയും നീളമാണ് നമുക്ക് എവിടെ വരുന്നത്? ബേസിന്റെ നീളമായിട്ട് വരുന്നത് അല്ലെ. -3 എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റ് തൊട്ട് +3 എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റ് വരെയാണ് ബേസിന്റെ നീളം വരുന്നത്. നിങ്ങളൊന്ന് എണ്ണി നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒറ്റയടിക്ക് നോക്കിയാൽ അവിടെ കിട്ടും. എത്രയുണ്ട്? ഇവിടെ ഒരു 3 യൂണിറ്റ് നീളമുണ്ട്, ഇവിടെയും ഒരു 3 യൂണിറ്റ് നീളമുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര നീളമുണ്ട് ബേസിന്? ബേസ് 6 യൂണിറ്റ്സ് ഉണ്ട്. ബേസിന്റെ നീളം, ബേസ് എന്ന് പറയുന്നത് 6 യൂണിറ്റ്സ് ഉണ്ട്. ഇനി ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ചരിഞ്ഞ് കിടക്കുന്നതിനെ നമ്മൾ എപ്പോഴെങ്കിലും ഹൈറ്റ് ആയിട്ട് എടുക്കാറുണ്ടോ? ഹൈറ്റ് എപ്പോഴും എങ്ങനെ വരൂ? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നീളമേ നമുക്ക് ഹൈറ്റ് ആയിട്ട് വരൂ. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ആക്സിസ് തന്നെ കിടപ്പുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വശം എത്രയുണ്ട് ആ നീളം? ഇവിടെ 5 വന്നു. അപ്പൊ 5 കണ്ട ഒറ്റയടിക്കാൻ 5 ആണ് ഹൈറ്റ് എന്ന് എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതിയാൽ തെറ്റും. അവിടെ 5 അല്ല ഹൈറ്റ്. 1 തൊട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് വന്നേക്കുന്നത്? 5 വരുന്നത്. 1 എന്നുള്ള പോയിന്റ് വരുമ്പോഴത്തേക്ക്, 1 തൊട്ട് പോയിന്റ് എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് 5 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1നും 5നും ഇടയ്ക്ക് എത്ര ദൂരമുണ്ട്? ഈ ഹൈറ്റ് എത്ര ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, അല്ലെങ്കിൽ 5 - 1
ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ 4 ഹൈറ്റ് എന്ന് വരുന്നത്. അപ്പൊ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 4. 5 നിങ്ങൾ ധൃതി പിടിച്ച് ശ്രദ്ധിക്കാതെ എഴുതിയാൽ നിങ്ങൾക്ക് 5 തോന്നും. 5 അല്ല, ഒറിജിനലിൽ നിന്നാണ് ഇത് 5 ഹൈറ്റ്. ഒറിജിനലാണ് നമ്മുടെ ഈ പാരലോഗ്രാം കിടക്കുന്നത്. അല്ല, ഇവിടം തൊട്ടാണ് പാരലോഗ്രാം തുടങ്ങുന്നത്. അപ്പൊ 1 തൊട്ട് വേണം നിങ്ങൾ 5 വരെയുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ 4 യൂണിറ്റ്സ് ആണ് അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. 6 into 4 എന്ന് പറയുന്നത് 24 യൂണിറ്റ് സ്ക്വയർ. യൂണിറ്റ് ഒന്നും നിങ്ങൾ എഴുതണ്ട, 24 ആണ് ഈ പാരലോഗ്രാമിന്റെ ഏരിയ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു കോർഡിനേറ്റ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാലോ സ്ക്രീനിൽ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിൽ ഒരു 4-5 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ സെന്ററിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. സെന്ററിന്റെ കോർഡിനേറ്റ് 3,0 ആണ്. സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 5 യൂണിറ്റ്സ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എ പാർട്ടിൽ കണ്ടുപിടിക്കാനുള്ളത് കോർഡിനേറ്റ്സ് ഓഫ് എ ആണ്. എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. എയുടെ കോർഡിനേറ്റ് വേണം, അതിനോടൊപ്പം ബിയുടെ കോർഡിനേറ്റ് നമുക്ക് വേണം. അപ്പൊ എ പാർട്ട് ചെയ്യാം നമുക്ക്. എയുടെ കോർഡിനേറ്റ് നമുക്ക് ഇവിടെ സ്റ്റെപ്സ് ഒന്നും വരുന്നില്ല. ഐഡിയ അറിയാമെങ്കിൽ നമുക്ക് ആ ഫിഗറിൽ തന്നെ നോക്കി എഴുതാൻ പറ്റും. ഇവിടെ 3 ആണ്. ഇത് എക്സ് ആക്സിസും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്സിസ് കിടക്കുന്ന പോയിന്റ്സ് ആണ് ഏത്? ഈ എയും ബിയും. എയും ബിയും ഒയും സിയും എല്ലാം ഏതാണ്? ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്. കൂട്ടത്തിൽ ഒ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. 2 ആക്സിസും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒറിജിൻ ആണ്. ഈ എയും സിയും ബിയും എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റ്സും ആണ്. എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റ്സിനെ ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? x,0 എന്നാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് 3,0 എന്ന് ആ പോയിന്റ് വന്നത്. ഇനി നമുക്ക് എക്സ് ആക്സിസ് കിടക്കുന്ന തന്നെ ഈ പോയിന്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് റേഡിയസ് 5 യൂണിറ്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സി ബി എന്ന് പറയുന്ന റേഡിയസ് ആണ്. അതേപോലെ സി എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ്. അതും എത്ര തന്നെ വരും? 5 യൂണിറ്റ്സ് തന്നെ വരും. അപ്പൊ 3-ൽ നിന്ന് ഒരു 5 യൂണിറ്റ് പിറകോട്ടൊന്ന് മാറിയേ. എത്ര വരും? 3-ൽ നിന്ന് ഒരു 5 യൂണിറ്റ് പിറകോട്ട് മാറുമ്പോഴത്തേക്ക്, അതായത് 3-ൽ നിന്ന് 5 ഒന്ന് കുറച്ച് നോക്കിയാലായിട്ട് അറിയാൻ പറ്റും. 3 - 5 ഈസ് ഈക്വൽ ടു -2. -2ലേക്ക് പോകും. നമ്മൾ ആക്സിസ് വരച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊന്ന് നോക്കിക്കേ. 3-ൽ നിന്ന് നമ്മൾ പിറകോട്ട് വരുവാണ്. 2, 1, 0, -1, -2. അങ്ങനെ 5 യൂണിറ്റ് പിറകോട്ട് വരുമ്പോഴത്തേക്ക് എന്തോ ആവും? -2. -2 ആണ് ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. വൈ കോർഡിനേറ്റ് ഇല്ല. കാര്യം എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്. -2,0. ക്ലിയർ ആണല്ലോ? ബി കോർഡിനേറ്റ് എത്ര വരും? ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 5 യൂണിറ്റ് അങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കിയേ. 3-ൽ നിന്ന് 5 യൂണിറ്റ് റൈറ്റിലോട്ടൊന്ന് മൂവ് ചെയ്യണം. 5 യൂണിറ്റ് ഒന്ന് കൂട്ടി നോക്കണം. റൈറ്റിലോട്ട് പോകുമ്പോ കൂടിപ്പോവും, ലെഫ്റ്റിലോട്ട് പോകുമ്പോ കുറഞ്ഞു വരും. അങ്ങനെയാണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പം 3-ൽ നിന്ന് ഒരു 5 യൂണിറ്റ് അങ്ങോട്ട് പോയാൽ എത്ര വരും? ബിയുടെ കോർഡിനേറ്റ് 3 + 5 8, 8,0. സിമ്പിൾ ആയിട്ട് നമുക്ക് 2 മാർക്ക് കിട്ടും. ഓരോ പാർട്ടിനും ഓരോ മാർക്ക് വെച്ച് സിമ്പിൾ ആയിട്ട് ആ 2 മാർക്ക് കിട്ടും. സി പാർട്ടിൽ നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് പിയുടെ കോർഡിനേറ്റ് ആണ്. പി എന്ന് പറയുന്നത് വീണ്ടും പി എന്ന് പറയുന്നത് ആക്സിസ് കിടക്കുന്ന പോയിന്റ് തന്നെയാണ്. അത് ഏത് ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്? വൈ ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്. അത് ശ്രദ്ധിക്കണം. ഇവിടെ വൈ ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ പോയിന്റ് ഏത് രീതിയിൽ വരും? x,0 എന്നുള്ള രീതിയിലായിരിക്കുമോ വൈ ആക്സിസിലെ പോയിന്റ് കിടക്കുന്നത്? അത് ഏത് രീതിയിലായിരിക്കും? 0,y എന്നുള്ള രീതിയിലായിരിക്കും വൈ ആക്സിസിലെ പോയിന്റ് കിടക്കുന്നത്. അപ്പം അവിടെ 0 ആണ്. 0-ന് വേറെ വിലയൊന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. വൈയുടെ ഈ വില മാത്രം കണ്ടുപിടിച്ചാൽ മതി. വൈയുടെ വില കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ അവിടുത്തെ ടാസ്ക്. ആ വൈയുടെ വില കിട്ടിയാൽ നമുക്ക് ആ പോയിന്റ് 0, ആ നമ്പറിന് എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ പി സി എന്നുള്ള ദൂരം കണ്ടുപിടിക്കാൻ പോവുകയാണ്. പി സിയുടെ ദൂരം. പി സിയുടെ ദൂരം കണ്ടുപിടിക്കാൻ നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിക്കാം. ഞാൻ ദാ ഇങ്ങോട്ട് എഴുതാം. പി സിയുടെ ദൂരം കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ഫോമില് x1 y1 x2 y2 ഈ പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ എന്ന് കൊടുത്തു നോക്കിയേ. പി സി ഈസ് ഈക്വൽ ടു √, നിങ്ങൾ കൊടുത്തു നോക്കിയേ, √3 - 0 the whole square. അത് ഞാൻ ഇക്വേഷൻ അങ്ങ് എഴുതാം. ഡിസ്റ്റൻസ് ഫോമിലെ ഇക്വേഷൻ അങ്ങ് എഴുതാം. √, x1 - x2 the whole square plus y1 - y2 the whole square. നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ എഴുതണം. ഇക്വേഷൻ എഴുതിയേ ചെയ്യാവുള്ളൂ. is equal to √, x1 - x2 3 - 0
3 minus 0 the whole square plus y1 minus y2 y1 0 minus y 0 minus y the whole square 3 മൈനസ് 0 എന്ന് പറയുമ്പോൾ 3 ന്ന് 0 കുറച്ചാൽ 3 തന്നെയാണ് 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 3 സ്ക്വയർ 9 ആണല്ലോ പ്ലസ് 0 മൈനസ് y എന്ന് പറഞ്ഞാൽ y തന്നെയാണ് അല്ലെങ്കിൽ മൈനസ് y തന്നെയാണ് അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് y സ്ക്വയർ മൈനസ് അങ്ങ് പോവും കാര്യം നെഗറ്റീവിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും പോസിറ്റീവ് ആയിട്ട് മാറും അപ്പൊ ആ നെഗറ്റീവ് സൈൻ അങ്ങ് അവിടെ പോവും y സ്ക്വയർ ഇതാണ് പി സിയുടെ നീളം ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടെ കൂട്ടാക്കുവോ ഈ 9ഉം y സ്ക്വയറിന്റെ കൂട്ടാക്കുവോ ഒക്കത്തില്ല നമുക്ക് അത്ര ഇട്ടിരിക്കാൻ വേണേ പറ്റും പക്ഷെ പി സിയുടെ നീളം നമുക്ക് അറിയാം ഏതാടാ പി സിയുടെ നീളം അവിടെ 5 യൂണിറ്റ് എന്ന് തന്നിരിക്കുന്ന കണ്ട റേഡിയസ് ഈ പി സി എന്ന് പറയുന്നത് റേഡിയസ് തന്നെയല്ലേ ഇതും സി ബി റേഡിയസ് ആണ് സി എ റേഡിയസ് ആണ് അതേപോലെ മറ്റൊരു റേഡിയസ് സെന്ററിൽ നിന്ന് സർക്കിളിലോട്ട് വരച്ചേക്കുന്ന ഒരു ലൈൻ അല്ലേ പി സി എന്ന് പറയുന്നത് അതും അവിടെ റേഡിയസ് തന്നെയാണ് അപ്പൊ ഈ തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ √9 പ്ലസ് y സ്ക്വയറിന് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം എന്തിന് തുല്യമാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു 5 റേഡിയസ് അല്ലേ അത് 5 ആണെന്ന് എഴുതാൻ പറ്റും ഇനി ഇത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ഇവിടെ y-യുടെ വില കിട്ടും സോൾവ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്യാം രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇവിടെ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും അതിനുശേഷം ബാക്കി എന്തോ ഉണ്ട് 9 പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ റൂട്ട് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിന് 5ന് സ്ക്വയർ കിട്ടും 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ് ഇതിൽ നിന്ന് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ഈ 9 അങ്ങ് ഇപ്പുറം വരുമ്പോഴത്തേക്ക് -9 ആവും 25 ന്ന് 9 കുറയ്ക്കുവാന്നുണ്ടെങ്കിൽ 16 നിങ്ങൾ കുറച്ചങ്ങ് എഴുതിയാൽ മതി y സ്ക്വയറിന്റെ വില 16 കിട്ടി അതിൽ നിന്ന് y-യുടെ വില എത്രയായിരിക്കുമോടാ ഏത് നമ്പറിന്റെ സ്ക്വയർ ആയി 16 ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം 16ന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം എങ്കിലേ കിട്ടൂ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 16 4ന്റെ എടുക്കുമ്പോ നിങ്ങൾ വിട്ടു പോവരുത് 4ന്റെ ഏത് വില എടുക്കണം പോസിറ്റീവും നെഗറ്റീവും കൺസിഡർ ചെയ്യാം കാര്യം ഇതൊരു കോർഡിനേറ്റ് അല്ലേ കോർഡിനേറ്റ് ആവുമ്പം പോസിറ്റീവ് ആക്സിസും ഉണ്ട് നെഗറ്റീവ് ആക്സിസും ഉണ്ട് അതുകൊണ്ട് ഏത് വാല്യൂ വേണമെങ്കിലും വരാം പ്ലസ് ഓർ മൈനസ് 4 അപ്പൊ വൈക്ക് രണ്ട് വിലയുണ്ട് ഒന്നീ +4 ആവാം അല്ലെങ്കിൽ -4 ആവാം ഇതാ വില കിട്ടി അപ്പൊ വൈയുടെ വില കിട്ടിയാൽ നമുക്ക് ഇനി ഫൈനൽ ഉത്തരം എടുത്ത് എഴുതാം നമ്മുടെ പോയിന്റ് എന്തുവായിരുന്നു പി എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പി കോർഡിനേറ്റ് പിയുടെ കോർഡിനേറ്റ് എങ്ങനെയാ കിടന്നത് 0, y എന്നല്ലേ കിടന്നത് 0, y-യുടെ വില എത്രയാ +or-4 അവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ഏത് വില കൊടുക്കുവോ അവിടെ +4 കൊടുക്കുവോ -4 കൊടുക്കുവോ നിങ്ങൾ അവിടെ ദാ പി എന്ന് പറയുന്നത് ഏത് വൈയിലാ കിടക്കുന്നത് പോസിറ്റീവ് y ആക്സിസിലാ കിടക്കുന്നത് പോസിറ്റീവ് y ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഏത് വില കൊടുക്കണം +4 p is equal to 0,4 ആണ് നമ്മുടെ ഇവിടുത്തെ വാല്യൂ ഇനി ഒരുപക്ഷെ Q ആണ് ചോദിച്ചതെന്ന് വെച്ചോ Q ആയിരുന്നു ചോദിച്ചെങ്കിൽ Qന്റെ വില എത്ര വരും 0,-4 കാര്യം എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ് y ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആയതുകൊണ്ട് 4ന്റെ നെഗറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റും നമുക്കവിടെ ഇത് പോസിറ്റീവ് y ആക്സിസ് ആയതുകൊണ്ട് 0,+4 ആണ് നമ്മുടെ സി പാർട്ടിന്റെ ഉത്തരം സി പാർട്ട് p is equal to 0,4 ഓക്കെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം അത് ഒരു വട്ടം ചെയ്ത് നോക്കുന്നുണ്ടോ ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നിങ്ങൾ അത് പോസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വട്ടം ചെയ്യാനായിട്ട് കുറച്ച് സമയം ഉപയോഗിക്കണം അത് കഴിഞ്ഞിട്ടേ അടുത്ത ക്വസ്റ്റ്യൻ കാണാവുള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അടുത്തത് ട്രിഗണോമെട്രി എന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ട്രയാങ്കിൾ അവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട് ബി സി ഇസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് സൈൻ എ ഇസ് ഈക്വൽ ടു 1/2 എന്നുള്ള വിലയും തന്നിട്ടുണ്ട് എ പാർട്ടിൽ ഇവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സിയുടെ ലെങ്ത് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് എ സിയുടെ നീളം എ സിയുടെ നീളം നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും എങ്ങനെ എടുക്കൂടാ ഇവിടെ സൈൻ എ തന്നിട്ടില്ലേ സൈനിന്റെ ഡെഫിനിഷൻ എന്തുവായിരുന്നു സൈനിന്റെ ഡെഫിനിഷൻ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് സൈൻ എന്ന് പറയുന്നത് എന്തുവായിരുന്നടാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആയിരുന്നു സൈൻ അപ്പൊ എയുടെ ഓപ്പോസിറ്റും ഹൈപ്പോട്ടിന്യൂസും നിങ്ങളൊന്ന് പറഞ്ഞേ എ എന്ന് പറയുന്ന ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് 1 സെന്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റേഷ്യോയിലും അത് തന്നെയാണ്
അപ്പൊ നമ്മൾ ഇനി ഒന്നുകൂടെ എഴുതണ്ട. ഹൈപ്പോട്ടിന്യൂസ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഹൈപ്പോട്ടിന്യൂസ് വരുന്നത്. അപ്പൊ ഇത് എത്ര വരുവാടാ? 2 സെന്റിമീറ്റർ. ഇത് 1 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതും എത്ര തന്നെ വരും? 2 സെന്റിമീറ്റർ. നമ്മുടെ റേഷ്യോയിൽ കിടക്കുന്ന വില പോലെ തന്നെയാണ് ഇതിന്റെ ഒറിജിനൽ വാല്യൂ. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ് ഇവിടെ ചെയ്യാൻ. ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ വന്നാൽ നമുക്ക് 1-2 സ്റ്റെപ്പ് അധികം ചെയ്യേണ്ടി വരും. ഇവിടെ സെയിം പോലെ വന്നു, അതുകൊണ്ട് ഇവിടെ 1 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും കൊടുക്കാം. ഇനി എ സി എത്രയാ ഉത്തരം? നമുക്കിവിടെ കിട്ടിയില്ലേ? എ സി ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ഓക്കെ, ഇതിന്റെ ബി പാർട്ട്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി? എ ബിയുടെ നീളമാണ് ചോദിച്ചേക്കുന്നത്. എ ബിയുടെ നീളം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒക്കുവോ? എന്തോ കണ്ടുപിടിക്കാൻ ഒക്കാത്തത്? ഹൈപ്പോട്ടിന്യൂസ്, ഓൾട്ടിറ്റ്യൂഡ്, ബേസ് അല്ലേ കണ്ടുപിടിക്കാനുള്ള. ബേസിന്റെ ഇക്വേഷൻ എന്തുവായിരുന്നടാ? നമ്മള് പൈതഗോറസ് തിയറത്തിലെ ബേസിന്റെ ഇക്വേഷൻ എന്താണ്? ബേസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസിന്റെ ഇക്വേഷൻ പഠിക്കത്തില്ലേ? ഹൈപ്പോട്ടിന്യൂസിന്റെ വിലയിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറിന്റെ വില കുറയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇട്ടുകൊടുത്തേ എ ബി ഇസ് ഈക്വൽ ടു എത്ര വരും? റൂട്ട് ഓഫ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് 2 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എത്രയാടാ? 4 മൈനസ് 1 സ്ക്വയർ 1 തന്നെയാണ്, റൂട്ട് 3 സെന്റിമീറ്റർ ആണ് എ ബിയുടെ വില. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ യൂണിറ്റ് എഴുതിക്കൊള്ളണം. കോർഡിനേറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലും എന്ത് വരും? നമുക്ക് യൂണിറ്റ്സ് വരുന്നുണ്ട്. അടുത്ത സി പാർട്ട്. സി പാർട്ടില് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എ എത്രയായിരിക്കും അതിന്റെ ഒരു മെഷർ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പറയാനായിട്ട് പറ്റും. കാര്യം എന്തുകൊണ്ടാ? ഒരു ആംഗിൾ 90 ഡിഗ്രി, അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല തൽക്കാലം. എയുടെ വാല്യൂ എ വെച്ചിട്ട് നമുക്കൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, സൈൻ എ. സൈൻ എ 1/2. സൈനിന്റെ ഏത് വിലയാണ് 1/2 ആയിട്ട് വരുന്നത്? സൈനിന്റെ ആരുടെ വാല്യൂ ആണ് 1/2 ആയിട്ട് വരുന്നത് നോക്കിയാൽ മതി. സൈൻ 30 ആണ് 1/2. സൈൻ 30 1/2 ആയതുകൊണ്ട് തന്നെ എയുടെ വില എത്രയായിരിക്കും? ഇറ്റ് ഈസ് 30 ഡിഗ്രി. എ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അടുത്ത ഡി പാർട്ട്, cos 60 ചോദിച്ചേക്കാണ്. cos 60, കോസിന്റെ ഡെഫിനിഷൻ എന്തുവായിരുന്നടാ? കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് കോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ 30 ഡിഗ്രി കിട്ടി, ഇത് 90 ഡിഗ്രി ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ വശം എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമുക്ക് ട്രയാങ്കിൾ അങ്ങനെയല്ലേ വരുന്നത്. ഒരു 90 ഡിഗ്രിയും 30 ഡിഗ്രി ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇനി ഈ ഫിഗർ നോക്കി എന്ന് പറഞ്ഞേ നിങ്ങൾ cos 60 എന്ന് പറഞ്ഞ cos 60, കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. 60യുടെ അഡ്ജസന്റ് എത്രയാണ്? 1. ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? 2. അപ്പോഴത്തേക്ക് cos 60 എത്ര വരും? 1/2 അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓക്കെ, സർക്കിൾസിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും സെക്കൻഡ് ടേമിൽ ചോദിക്കുന്നത് കൊണ്ട് ഈ ക്വസ്റ്റ്യന് നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. എ ബി ആൻഡ് സി ഡി ആർ 2 കോഡ്സ് രണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പിയിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് ഇവിടെ. പി സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. സി ഡി 7 സെന്റിമീറ്റർ ആണ്. ക്വാണ്ടിറ്റീസ് എല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എ പാർട്ടിൽ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ഡി? പി ഡിയുടെ ലെങ്ത് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത്. പി ഡി നമുക്ക് ഫിഗറിൽ നോക്കിയാൽ ഒറ്റയടിക്ക് പറഞ്ഞുകൂടെ ഉത്തരം? പി ഡി എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തം നീളമാണ്. അപ്പൊ പി ഡി എന്ന് പറയുന്നത് എത്ര വരും? പി ഡി ഇസ് ഈക്വൽ ടു 5 + 7 ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ. ഓരോ ഉത്തരവും കിട്ടിയതിന് ശേഷം ഒരു അടിവരയിട്ട് അവിടെ നിർത്തണം നിങ്ങൾ. അടുത്ത ബി പാർട്ട്. ഇഫ് പി എ ഈസ് ഈക്വൽ ടു എക്സ്, പി എ എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ബി? പി എ നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കുവാന്ന് വെച്ചോ. പി ബിയുടെ നീളം എങ്ങനെ പറയാം? ഇൻ ടേംസ് ഓഫ് എക്സ്. നിങ്ങൾ എക്സിന്റെ ടേംസിൽ തന്നെ പറഞ്ഞാൽ മതി, അത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ല. പി ബി ഈസ് ഈക്വൽ ടു, പി ബി എത്ര വരുവാടാ? പി ബി എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഫുൾ നീളമല്ലേ വരുന്നത്. അപ്പൊ ഇത്രയും 4 സെന്റിമീറ്റർ ആണ്. ഇത് എക്സ് ആയിട്ട് എടുക്കാൻ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പൊ ഇവിടെ എത്ര വരും? 4 + x സെന്റിമീറ്റർ. 4 + x എന്നുള്ളതാണ് പി ബിയുടെ വില. അത്രേ ഉള്ളൂ. നമുക്ക് നോക്കി എഴുതിയാൽ മതി. അല്ലാതെ നിങ്ങൾ എക്സ് സോൾവ് ചെയ്ത് എടുക്കുമൊന്നും വേണ്ട ഈ പാർട്ടില്. അതൊക്കെ നമുക്ക് അടുത്ത പാർട്ടിലാണ് വരുന്നത്. അടുത്തത് സി പാർട്ട്.
ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ എക്സ് ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി എ. അപ്പൊ സർക്കിൾസിൽ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ എങ്ങോട്ട് വന്ന് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് വന്ന് നമുക്ക് ഇങ്ങനെ കണക്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. 2-3 ചാപ്റ്റർ ഒക്കെ പലപ്പോഴും കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ സർക്കിൾസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയും വേണം, ഇവിടെ സെക്കൻഡ് ഡിഗ്രി മെത്തേഡ് സോൾവ് ചെയ്യുന്ന രീതി സോൾവ് ചെയ്യുകയും വേണം. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഫിഗർ നോക്കിയേടാ, ഏത് ഐഡന്റിറ്റിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? രണ്ട് കോഡ്സ് എക്സ്റ്റേണലി ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ബൈ ഹാർട്ട് ചെയ്ത ഒരു ഇക്വേഷൻ ഇല്ലായിരുന്ന അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോന്നൊന്ന് നോക്കിക്കേ. നമ്മുടെ രണ്ട് കോഡ്സ് എയും ബിയും സിയും ഡിയും ആണോ എന്നുള്ളത് നോക്കണം. ഇവിടെ അതേപോലെ തന്നെയാണ് എ ബി എന്ന് പറയുന്ന കോഡ്, സി ഡി എന്ന് പറയുന്ന കോഡ്, അത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് പി. കറക്റ്റ് തന്നെയാണ് അവിടെ തന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി എങ്ങനെ എഴുതാൻ പറ്റും? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഡയറക്റ്റ് അതേ കണക്ക് തന്നെ എഴുതിയാൽ മതി. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ഇനി വില ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. പി എ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഇൻറ്റു പി ബി. പി ബിയുടെ വില നമ്മൾ ഇവിടെ എഴുതി വെച്ചില്ലേ, 4 + x ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് അവിടെ കൊടുക്കണം, നിർബന്ധമുണ്ട്. ബ്രാക്കറ്റ് അവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ. പി സി എന്ന് പറയുന്നത് എത്ര വരും? 5 ആണ് പി സി എന്ന് പറയുന്നത്. ഇൻറ്റു പി ഡി ഫുൾ നീളമാണ്, നമ്മളിവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. പി ഡി എന്ന് പറയുന്നത് 12. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് കൊണ്ട് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട്. 4 × x 4x പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ തന്നെയാണ്, ഈസ് ഈക്വൽ ടു 5 × 12 60. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി കഴിഞ്ഞു. ഇനി എന്തുവാ വേണ്ട? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പാർട്ടും കൂടി ഇവിടെ അഡീഷണലി പറഞ്ഞിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്തെടുത്ത് എക്സിന്റെ വിലയും കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് ഡിഗ്രിയെ ഒന്ന് സോൾവ് ചെയ്യണം. ഞാൻ ഈ സൈഡിലോട്ട് ഒന്ന് എഴുതാം. നോക്കിക്കോ, നമുക്ക് കിട്ടിയ ഇക്വേഷൻ 4x + x² ഈസ് ഈക്വൽ ടു 60 എന്നാണ് കിട്ടിയത്. നമ്മൾ എപ്പോഴും x² ആദ്യം എഴുതിയല്ലേ ശീലിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം അങ്ങ് എഴുതാം. x² + 4x ഈസ് ഈക്വൽ ടു 60. മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല ഇവിടെ, സൈനിനോ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. x² എടുത്ത് ആദ്യം എഴുതി, 4x രണ്ടാമത് എഴുതി, വേറെ ഒരു മാറ്റവും അവിടെ വരുത്തിയിട്ടില്ല. ഇനിയാണ് നമ്മൾ മാറ്റം വരുത്താൻ പോണ. ഏത് മെത്തേഡ് ഉപയോഗിക്കും ഇവിടെ? ഏത് മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ആ മെത്തേഡിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ എടുത്ത് അപ്പറോ ഇപ്പറോ ആഡ് ചെയ്യണ്ടേ? ആ ഒരു മെത്തേഡ് നമ്മൾ പല ക്വസ്റ്റ്യനിലും ചെയ്തായിരുന്നു. അപ്പം x² + 4x, ഇതിന്റെ പകുതി എത്രയാടാ? 4ന്റെ പകുതി എത്രയാ? 2. 4ന്റെ പകുതി 2. 2ന്റെ സ്ക്വയർ, പകുതിയുടെ സ്ക്വയർ എടുത്ത് നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പകുതിയുടെ സ്ക്വയർ എടുത്ത് രണ്ട് സൈഡിലും ആഡ് ചെയ്തു. അപ്പൊ ഈ സൈഡിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ണും പൂട്ടി അങ്ങ് ചുരുക്കി എഴുതാൻ പറ്റും. x + 2² എന്ന് എഴുതാൻ പറ്റും. ഈ എൻഡ് കിടക്കുന്നതിനെ മാത്രം എടുത്താൽ മതി, നടുക്ക് കിടക്കുന്നവനെ വിട്ടേരാ, അവരെ നമുക്ക് എടുക്കത്തില്ല. x + 2² ഈസ് ഈക്വൽ ടു 60 + 2². 2² എത്രയാടാ? 2² എന്ന് പറയുന്നത് 4 ആണ്. 4 + 60 എന്ന് പറയുന്നത് 64. 4 + 60 64. ഈ 64 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആടാ? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 64. 8² ആണ്. 8² ആണ് 64. രണ്ട് സൈഡിലും സ്ക്വയർ ക്യാൻസൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? x + 2 ഈസ് ഈക്വൽ ടു ±8. ±8 വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്യും. ഒരെണ്ണം +8നും ഒരെണ്ണം -8നും. അപ്പൊ x + 2 ഈസ് ഈക്വൽ ടു +8 ഒരു സൈഡ്, x + 2 ഈസ് ഈക്വൽ ടു -8 ഒരു സൈഡ്. ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ x ഈസ് ഈക്വൽ ടു എത്ര വരും? 8 + 2 അങ്ങ് അപ്പുറം പോകുമ്പോഴത്തേക്ക് -2 ആവും. 8 - 2 എന്ന് പറയുന്നത് 6. അതവിടെ കിട്ടി. ഇവിടെ ഈ ഭാഗം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. x ഈസ് ഈക്വൽ ടു -8 + 2 അങ്ങ് അപ്പുറം പോകുമ്പോൾ -2 ആവും. -8 - 2 എന്ന് പറയുന്നത് -10 ആണ്. ഇവിടെ കിടക്കട്ടെ. നമ്മൾ x ആയിട്ട് എടുത്തത് പി എ എന്ന് പറയുന്ന സൈഡിന്റെ നീളമാണ്, ലെങ്ത് ആണ് നമ്മൾ x ആയിട്ട് എടുത്തത്. നീളം ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി വരുമോ?
നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് നീളം എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എടുക്കത്തില്ല, ഇവിടെ നെഗറ്റീവ് ഉത്തരം എടുക്കത്തില്ല. ഇവിടെ എന്ത് മാത്രമേ വരൂ, എക്സിന്റെ വില 6 ആയിട്ടേ എടുക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് പി എ എന്ന് പറയുന്ന സൈഡിന്റെ നീളം എത്ര വരും, 6 സെന്റിമീറ്റർ. പി എ ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് വന്നാൽ മതി, നമുക്ക് പി എയുടെ വില അവിടെ കിട്ടും. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് നോക്കിയേക്കണം. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ എ ഡി സി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണ്. സി ഡി ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ്. ഒരു ആംഗിളോടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ സി 30 ഡിഗ്രി ആണ്. എ പാർട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു ആംഗിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ആംഗിൾ എ ഡി എ സി, ആംഗിൾ ഡി എ സി ആണ് ചോദിച്ചേക്കുന്നത്. ഡി എ സി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ നോക്കിക്കോ, ഡി എ സി ഏതാണ് ഈ ആംഗിള്, ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി എ സി, ഡി എ സി നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എ ഡി സി എന്ന് പറയുന്ന ചരിഞ്ഞു കിടക്കുന്ന ഈ ട്രയാങ്കിൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളില് 2 ആംഗിൾസ് നമ്മുടെ കയ്യിലുണ്ട്. മൂന്നാമത്തെ ആംഗിൾ ആണ് അവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ഈ 2 ആംഗിൾസ് നമ്മുടെ കയ്യിലുണ്ട്. മൂന്നാമത്തെ ആംഗിൾ ചോദിച്ചിട്ടുണ്ട്. ആ മൂന്നാമത്തെ ആംഗിൾ എത്ര വരും നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട്? 180 എന്ന് കുറച്ചാൽ പോരെ, രണ്ടും കൂടെ കൂട്ടിയതിനു ശേഷം 180 അങ്ങ് കുറച്ചാൽ മതി. അങ്ങനെ കുറയ്ക്കുമ്പോഴത്തേക്ക് എത്ര വരും? 30 ഡിഗ്രി എന്ന് വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 180, 180 180 കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ബി പാർട്ട്, ബി പാർട്ട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ഡി. ബി പാർട്ട് എ ഡിയുടെ നീളമാണ് ചോദിച്ചേക്കുന്നത്. ഇത് 30 ഡിഗ്രി ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇത് 30 ഡിഗ്രി ആണ്, ഇതും 30 ഡിഗ്രി ആണ്. 2 ആംഗിൾസ് സെയിം ആയി. 2 ആംഗിൾസ് സെയിം ആയ അത് ഏത് ട്രയാങ്കിൾ ആടാ? ഏത് ട്രയാങ്കിളിലാണ് 2 ആംഗിൾസ് സെയിം ആയിട്ട് വരുന്ന? 3 ആംഗിൾസ് സെയിം ആയിട്ട് വരുന്നെങ്കിൽ നമ്മൾ അതിനെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞേനെ. ഇവിടെ 2 ആംഗിൾസ് ആ സെയിം ആയിട്ട് വന്ന അത് ഏത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിലെ 2 ആംഗിൾസ് സെയിം ആണ്, അതിനോടൊപ്പം 2 സൈഡ്സും സെയിം ആയിട്ട് വരും. ഏതൊക്കെ 2 സൈഡാ ഇവിടെ സെയിം ആയിട്ട് വരുന്നത്? ഈ സൈഡും ഈ സൈഡും. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ തോന്നും ഇതും ഇതുമാണെന്ന്, അത് ആ ഫിഗർ കിടക്കുന്നതിന്റെ പ്രശ്നമാണ്. ഏതൊക്കെ 2 സൈഡാ സെയിം ആയിട്ട് വരുന്നത്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന 2 വശമാണ് ഇവിടെ സെയിം ആയിട്ട് വരുന്നത്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ വശവും 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ വശവുമാണ് ഈക്വൽ ആയിട്ടുള്ള നീളം. ഇതെന്ന് പറയുന്നത് 120ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതൊരിക്കലും ഈക്വൽ ആവൂല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ എ ഡിയുടെ നീളം സിമ്പിൾ ആയിട്ട് എത്ര വരും? ഇത് 10 സെന്റിമീറ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഈ നീളവും എത്ര തന്നെ വരും? It is 10 centimeter. Okay. സി പാർട്ട് ആംഗിൾ എ ഡി ബി ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് എ ഡി ബി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എ ഡി ബി എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആണ്? ഇതിന്റെ റിഫ്ലക്സ് ആംഗിൾ ആണ്. 120 റിഫ്ലക്സ് ആംഗിൾ ആണ്. ഒരു ലീനിയർ പെയർ ആവുമ്പോൾ തന്നെ ഈ ലീനിയർ പെയറിന്റെ ആംഗിൾ 180 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോംപ്ലിമെന്ററി ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ട്, സപ്ലിമെന്ററി ആംഗിൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 എന്ന് കുറച്ചാൽ മതി. അപ്പം 180 മൈനസ് 120 ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോഴത്തേക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. ഇത് എത്ര വരും? 60 ഡിഗ്രി. ഈ ആംഗിൾ 3 ആംഗിൾ അവിടെ കിട്ടി. നമുക്കിത് ഡി പാർട്ടും കൂടെ അവിടെ ചെയ്യാനായിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി ആൻഡ് എ സി. ബി ഡിയുടെയും എ സിയുടെയും നീളം നമുക്ക് അവിടെ കിട്ടണം. ബി ഡി വേണം, എ സി വേണം. ഈ 2 നീളമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ബി ഡി ഞാൻ എടുക്കാൻ വേണ്ടി ഈ ട്രയാങ്കിൾ ഒന്ന് എടുക്കുവാണേ. ഈ ട്രയാങ്കിളിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ബി 90 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ, കുഞ്ഞു ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഞാൻ എടുത്തൊന്ന് മാറ്റി വരയ്ക്കുക. ഞാൻ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി വരയ്ക്കുവാണ്. എ ബി ഡി, ഇതിനകത്ത് ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അപ്പോ ഓട്ടോമാറ്റിക്കലി ആംഗിൾ എ എത്രയാവും? മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആവും. 30 ഡിഗ്രിയാണ് ആ ആംഗിൾ. ഇനി നമുക്ക് ഈ എ ഡിയുടെ നീളം നമ്മുടെ കയ്യിലുണ്ട്. എ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് എ ഡിയുടെ നീളം. ഓക്കെ, എ ഡിയുടെ നീളം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? വാല്യൂ കമ്പയർ ചെയ്തൂടെ? ട്രിഗണോമെട്രിയിലോട്ട് വന്ന് ക്വസ്റ്റ്യൻ ട്രയാങ്കിളിൽ നിന്ന് മാറിയിട്ട് ക്വസ്റ്റ്യൻ എങ്ങോട്ട് മാറി? ട്രിഗണോമെട്രിയിലോട്ട് വന്ന് ഇവിടെ ട്രിഗണോമെട്രിക് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റേഷ്യോ എങ്ങനെ വരുവാടാ? 30:60:90 ഉണ്ടായിരുന്നല്ലോ നമുക്ക്. 30 യുടെ ഓപ്പോസിറ്റ് 1,
60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. ഡയറക്റ്റ് വാല്യൂ നോക്കി അങ്ങ് പറഞ്ഞൂടെ? 2 എന്നുള്ള റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് എത്ര വന്നേക്കുന്നത്? 10 സെന്റിമീറ്റർ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1ന് തുല്യമായിട്ട് എത്ര ആയിരിക്കുമോടാ? 1ന് തുല്യമായിട്ട് അതിന്റെ പകുതിയല്ലേ വരത്തുള്ളൂ. 30:60:90. അതിന്റെ വിലയാണ് 1:√3:2 എന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്ന വില. അതിനകത്ത് ഈ 2ന് തുല്യമായിട്ടുള്ളതാണ് ഏത് കിട്ടിയേക്കുന്നത്? 10 സെന്റിമീറ്റർ. നമ്മൾ റേഷ്യോയും വാല്യൂയും കമ്പയർ ചെയ്ത് ചെയ്യത്തില്ലേ? അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എഴുതി ചെയ്യാം. ഇവിടെ എഴുതി ചെയ്യാതെ ഒറ്റയടിക്ക് നോക്കി എഴുതാൻ പറ്റും. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 10 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ BD 1 ആണ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരുവോടാ? അതിന്റെ പകുതിയല്ലേ, 2ന്റെ പകുതിയല്ലേ 1. അപ്പൊ 10ന്റെയും പകുതി തന്നെ വരും 5 സെന്റിമീറ്റർ. അപ്പൊ BD is equal to എത്ര കിട്ടും നമുക്ക് D പാർട്ടില്? BD is equal to 5 സെന്റിമീറ്റർ. നിങ്ങൾ ഉത്തരം അങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെക്കരുത്, മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഇതാ ഇങ്ങനെ നോക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്താൽ മതി? നമ്മുടെ റേഷ്യോ ആൻഡ് വാല്യൂ കമ്പയർ ചെയ്ത് ചെയ്യത്തില്ലായിരുന്ന, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യത്തില്ലായിരുന്ന, അതേപോലെ എടുത്ത് ചെയ്താലും എന്ത് തന്നെ കിട്ടും? 5 സെന്റിമീറ്റർ തന്നെ കിട്ടും. ഓക്കെ, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. AC-യുടെ നീളവും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് മാറ്റുവാണ് ഈ ഭാഗം. AC എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് രീതിയിൽ AC കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നീ ട്രിഗണോമെട്രിക് വാല്യൂസ് കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ട്രിഗണോമെട്രിക് വാല്യൂ തന്നെ ഒന്ന് കമ്പയർ ചെയ്തൊന്ന് എടുക്കുവാണ്. AC വരണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം? ഈ ചരിഞ്ഞ് കിടക്കുന്ന ട്രയാങ്കിൾ എടുക്കാൻ പറ്റുമോ? അതിൽ നമുക്ക് ട്രിഗണോമെട്രിയോ പൈതഗോറസ് തിയറമോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? അതിൽ 90 ഡിഗ്രി ഇല്ല, അല്ലേ? അപ്പൊ AC കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ തന്നെ എടുക്കണം? ഈ വലിയ ട്രയാങ്കിൾ ABC തന്നെ എടുത്തേ മതിയാവത്തുള്ളൂ. അപ്പൊ ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ എടുത്തു. ഇതിനകത്ത് ഇത് 30 ഡിഗ്രി ആണ്, എൻഡ് ആംഗിൾ 30 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മൂന്നാമത്തെ ആംഗിൾ എത്ര വരും? 30യും 90യും ആണെങ്കിൽ ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന നീളം എല്ലാം ഒന്ന് എഴുതാം. ഈ നീളം അറിയാവോടാ നമ്മുടെ BCയുടെ ഈ നീളം എത്രയാണ്? BD നമുക്കിപ്പൊ കിട്ടി. BD കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. BDയുടെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെന്ന് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഈ BCയുടെ നീളം ടോട്ടൽ ആയിട്ട് എത്ര വരും? 15 സെന്റിമീറ്റർ ആണ് BCയുടെ നീളം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ AC-യുടെ നീളം എങ്ങനെ എടുക്കാം? റേഷ്യോ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. റേഷ്യോ വാല്യൂ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 30യുടെ ഓപ്പോസിറ്റ് ആയിട്ട് 1:√3:2. ഇതായിരുന്നു നമ്മുടെ കമ്പാരിസൺ. ഇതിനകത്ത് റേഷ്യോ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. റേഷ്യോ വാല്യൂ കൂടെ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ 13 അല്ല, √3 എന്നുള്ള റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 15 സെന്റിമീറ്റർ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 എന്നുള്ള റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ട് AC എത്രയാണെന്ന് ക്രോസ് ചെയ്തങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? ക്രോസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് AC into √3 is equal to 15 into 2. ഇങ്ങനെയാണ് നമുക്ക് വന്ന് നിൽക്കുന്നത്. അപ്പൊ AC into √3 is equal to 30. 15 into 2 30. അതിൽ നിന്ന് AC is equal to എന്താ വരുവാടാ? 30. ഈ √3 അങ്ങ് അപ്പർ സൈഡ് പോകുമ്പോഴത്തേക്ക് എന്താവും? ഡിവൈഡഡ് ബൈ √3. ഇത്രയാണ് AC-യുടെ ഉത്തരം. പക്ഷെ നമുക്ക് റൂട്ട് താഴെ ഇടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ അവിടെ എക്സ്ട്രാ ചെയ്യണം. റൂട്ട് മേളിലാ വന്നെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് അവിടെ വെച്ച് നിർത്തായിരുന്നു. റൂട്ട് താഴെ വന്നത് കൊണ്ട് ഒരു സ്റ്റെപ്പും കൂടെ അവിടെ ചെയ്യണം എക്സ്ട്രാ. √3 കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 30 √3 ബൈ √3 into √3 എന്ന് പറയുന്നത് 3. 30 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 10 ആണ്. ഇസ് ഈക്വൽ ടു 10 √3 സെന്റിമീറ്റർ. 10 √3 സെന്റിമീറ്റർ ആണ് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. 10 √3 സെന്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്.
ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. എ ബോയ് സ്റ്റാൻഡിംഗ് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ സീസ് ദ ടോപ്പ് ഓഫ് ദ ട്രീ ഓൺ ദ അതർ ബാങ്ക് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു ദ ബോയ് അറ്റ് ആൻ എലിവേഷൻ 60 ഡിഗ്രി. അപ്പം ഒരു റിവറിന്റെ ഒരു തീരത്ത് നിന്ന് ഒരു പയ്യൻ അടുത്ത തീരത്ത് നിൽക്കുന്ന മരത്തിലോട്ട് നോക്കുവാണ്, മരത്തിന്റെ ടോപ്പിലോട്ട് നോക്കുവാണ്. അപ്പൊ ആദ്യം ബോയ് എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ട്രീ ആയിട്ട് എടുത്തേക്കുന്നത്. സി ഡി ആണ് നമ്മുടെ ട്രീ ആയിട്ട് എടുത്തേക്കുന്നത്. സി ഡി എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ട്രീ. നമ്മൾ ആദ്യം എടുത്ത കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ഹൈറ്റ് ഓഫ് ട്രീ ആണ് സി ഡി എന്ന് പറയുന്നത്. ബി സി ആയിട്ട് എടുത്തേക്കുന്നത് വിഡ്ത്ത് ഓഫ് റിവർ. റിവറിനെയാണ് നമ്മള് ബി സി ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ബി സി വിഡ്ത്ത് ഓഫ് റിവർ ആണ്. സി ഡി എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ട്രീ ആണ് എടുത്തേക്കുന്നത്. പയ്യൻ ആദ്യം ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ട്രീയുടെ മേളിലേക്ക് നോക്കുകയാണ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. ഇനി അവിടെ നിന്നുകൊണ്ട് ബോയ് 40 സെന്റിമീറ്റർ പിറകോട്ട് 40 മീറ്റർ പിറകോട്ട് നടക്കുവാണ്. 40 മീറ്റർ പിറകോട്ട് നടന്ന് ഇവിടെ വന്ന് നിന്നു. ഇവിടെ വന്ന് നിന്ന് വീണ്ടും മരത്തിന് മേളിലോട്ട് നോക്കുവാണ്. അങ്ങനെ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ എ റഫ് ഫിഗർ. ഒരു റഫ് ഫിഗർ വരയ്ക്കണം. റഫ് ഫിഗർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും ആ ഫിഗർ എങ്ങനെയാണ് വരയ്ക്കണം? നിങ്ങൾ നല്ല നീറ്റ് ആയിട്ട് തന്നെ ഉള്ള ഒരു ഫിഗർ വരയ്ക്കണം. കാര്യം റഫ് ഫിഗർ വരയ്ക്കുന്നതിന് നമുക്ക് ഒരു മാർക്കുണ്ട്. റഫ് ഫിഗർ വരച്ച് നീറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്തിടുന്നതിന് ഒരു മാർക്കുണ്ട്. അതാണ് നമ്മുടെ എ പാർട്ട് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് സ്കെയിൽ ഉപയോഗിച്ച് വൃത്തിയായിട്ട് തന്നെ വരയ്ക്കണം. ബി പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ട്രീ. ട്രീയുടെ ഹൈറ്റ്, ട്രീ ആയിട്ട് നമ്മൾ എടുത്തത് സി ഡി ആയിരുന്നു അല്ലെ. ഇതിന്റെ ഹൈറ്റ് എത്രയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഹൈറ്റ് ഓഫ് ട്രീയും വേണം, നമുക്ക് വിഡ്ത്ത് ഓഫ് റിവറും വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇത് 60 ഡിഗ്രി ആണ്. ഇങ്ങനെ ഇത് 30 60 വരുന്ന കേസിൽ നമുക്ക് ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ശ്രദ്ധിച്ചോ, 30 60 വരുവാണെന്നുണ്ടെങ്കിൽ ഇത് 60 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കുംടാ? ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? പുതിയൊരു മെത്തേഡാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളെ. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ആയിരിക്കും. കാര്യം 180 കുറച്ചെടുത്താൽ മതി. 180 കുറച്ചെടുക്കുമ്പോഴത്തേക്ക് എത്ര വരും? 120 ആയിരിക്കും. ഇത് 120 ആണ്, ഇത് 30 ആണ്. അപ്പൊ ഈ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ. മൂന്നാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 കുറച്ചാൽ മതി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 150, 180 കുറയ്ക്കുമ്പോ എഗെയിൻ ഇത് 30. നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരുന്നോ? പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇങ്ങനെ എപ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്? 60 30. മിക്ക ക്വസ്റ്റ്യനിലും ആംഗിൾ എന്ത് തന്നെയാണ് വരുന്നത്? 60 30 തന്നെയാണ്. അല്ലാതെ നമുക്ക് 72 എന്നോ 71 എന്നോ 75 എന്നോ ഒക്കെ പറഞ്ഞ ആംഗിൾ തരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ കോസ് വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കും. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഒക്കെ സെറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ 60 30 തന്നിരിക്കുന്നത് കൊണ്ടുള്ള എളുപ്പ വഴിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, രണ്ടും 30 ഡിഗ്രി വന്നത് കൊണ്ട് തന്നെ ആ ട്രയാങ്കിൾ എങ്ങനെയാണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡ്സ് സെയിം ആയിരിക്കും. ഈ നീളം തന്നെ 40 മീറ്റർ എന്നുള്ള ഈ നീളം തന്നെ എവിടെ വരും? ബി ഡിയുടെ നീളവും 40 മീറ്റർ എന്ന് തന്നെ വരും. ബി ഡി ഇസ് ഈക്വൽ ടു 40 മീറ്റർ. കാര്യം ഇത് രണ്ടും ഈക്വൽ നീളം ആയിരിക്കും. ബി ഡി ഇസ് ഈക്വൽ ടു 40 മീറ്റർ. അതാണ് നമ്മളെ ഇവിടുത്തെ കീ പോയിന്റ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇക്വേഷൻ 1ഉം 2ഉം ഒന്നും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരത്തില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കിക്കോ, ഇത് 60യും ഇത് 30യും ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഒന്നും കണ്ടുപിടിക്കേണ്ട, ഇവിടെ 30 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. അത് ഐസോസിലസ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ നീളം എവിടെ വരും? ഈ സൈഡിലും വരും. കിട്ടി. ഇനി നമുക്ക് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ ബി ഡി സി. ബി ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ബി ഡി സി. ബി ഡി സി ഞാനൊന്ന് എടുത്ത് മാറ്റി വരയ്ക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ബി ഡി സി 90 ഡിഗ്രി ഉണ്ട്, ഇവിടെ 60 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ ആംഗിൾ എത്രയാവും? ഡി എത്രയാവും? 30 ഡിഗ്രി എന്നാവും. ഓക്കെ, ഇനി നമുക്ക് അവിടെ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം. ട്രിഗണോമെട്രിക് റേഷ്യോസ് കൊടുക്കുമ്പം 1:√3:2 എന്നാവും റേഷ്യോ.
ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂയും കൂടെ ഉണ്ട്. ബി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടി? 40 സെന്റിമീറ്റർ ആണെന്നും കിട്ടി. 40 സെന്റിമീറ്റർ ആണെന്നും അവിടെ കിട്ടി. ഇതാ തീർന്നടാ, കുറച്ചേ ഉള്ളൂ ഇനി ഈ ഭാഗം. 2 യൂണിറ്റ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കുംടാ? 2ന്റെ പകുതിയല്ലേ 1. അപ്പൊ 40ന്റെ പകുതിയല്ലേ ഇവിടെ വരേണ്ടത്. അപ്പൊ ബി സിയുടെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 സെന്റിമീറ്റർ ആയിരിക്കും. ബി സി ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ബി സി 20 സെന്റിമീറ്റർ ആണ്. 1 ഉള്ള വാല്യൂ 20 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ സി ഡി എത്രയായിരിക്കും? √3 എത്രയായിരിക്കും? 20√3 സെന്റിമീറ്റർ ആയിരിക്കും. നോക്കി തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. റേഷ്യോ വാല്യൂ കമ്പയർ ചെയ്ത് എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. റേഷ്യോ വാല്യൂ കമ്പയർ ചെയ്താലും നമുക്ക് എങ്ങനെ തന്നെ കിട്ടും? 20യും 20√3. ഇതാ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ. 40 എന്നുള്ളത് 2 എന്നുള്ള റേഷ്യോയ്ക്ക് തുല്യമാണ്. 2 എന്നുള്ള റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് 40 വരുന്നത്. 1:√3:2 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. അതിൽ 2 എന്നുള്ള റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് 40 സെന്റിമീറ്റർ വരുന്നത്. അപ്പൊ 1 എന്നുള്ള റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയായിരിക്കുംടാ? അതിന്റെ പകുതി ആയിരിക്കൂലേ? 2ന്റെ പകുതി അല്ലേ? 20 സെന്റിമീറ്റർ. 1 എന്നുള്ളത് 20 സെന്റിമീറ്റർ ആണെങ്കിൽ √3 എന്നുള്ളത് എത്രയായിരിക്കും? 20√3. ഒരു √3 കൂടെ അങ്ങ് ചേർത്താൽ മതി. അത്രേ ഉള്ളൂ. തീർന്ന ക്വസ്റ്റ്യൻ. ബി സി ആയിരുന്നു നമ്മുടെ വിഡ്ത് ഓഫ് റിവർ. അപ്പൊ ലാസ്റ്റ് എടുത്തെഴുതണം. നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാൽ എന്ത് വേണം? ഒരു സ്റ്റെപ്പും കൂടെ എടുത്തെഴുതണം. വിഡ്ത് ഓഫ് റിവർ. വിഡ്ത് ഓഫ് റിവർ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് എടുത്തെഴുതണം. വിഡ്ത് ഓഫ് റിവർ ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ടവർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ട്രീ, ഇവിടെ ട്രീ ആണ്, ഹൈറ്റ് ഓഫ് ട്രീ ഇസ് ഈക്വൽ ടു 20√3 സെന്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ പോസ് ചെയ്തിട്ട് അത് ഒരു വട്ടം ചെയ്ത് നോക്കണം. 1 2 വട്ടം. എത്രത്തോളം ക്ലിയർ ആവുന്നോ അത്രത്തോളം നല്ലതാണ്. ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷമേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാവുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇക്വേഷൻ ഓഫ് സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു സർക്കിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം. 2 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, ബിയുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. 0,4 ആണ്, 4,0 ആണ്. കാര്യം എന്തുകൊണ്ടാണ്? ആക്സിസ് കിടക്കുന്ന പോയിന്റ് ആണ്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് തന്നെ 4,0 എന്നാണ് പോയിന്റ് വരുന്നത്. വൈ ആക്സിസ് ആയതുകൊണ്ട് 0,4 എന്നാണ് ആ പോയിന്റ് വരുന്നത്. സർക്കിൾ എവിടെ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്? ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സർക്കിളിലെ ഒരു പോയിന്റ്, സെന്ററിലല്ല ഒറിജിൻ. എവിടെ കൂടെയാ പോകുന്നത്? സർക്കിൾ ജസ്റ്റ് ഒറിജിനിൽ കൂടെ അങ്ങ് പാസ് ചെയ്ത് പോകണു, അത്രേ ഉള്ളൂ. സെന്റർ എവിടെയാ കിടക്കുന്നത്? സിയിലാണ് സെന്റർ കിടക്കുന്നത്. എ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് സി. സി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പൊ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സി കണ്ടുപിടിക്കാനായിട്ട് ദാ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലേടാ സർക്കിളിന്റെ. എ ബിയുടെ മിഡ് പോയിന്റ് അല്ലേ സെന്റർ. അപ്പൊ ഇവിടെ മിഡ് പോയിന്റ് ഇക്വേഷൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനിൽ തരത്തില്ല. നിങ്ങൾ അവിടെ മനസ്സിലാക്കണം, ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് സെന്റർ. അതുകൊണ്ട് സെന്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിക്കണം. മിഡ് പോയിന്റ് ഫോർമുല എന്തുവായിരുന്നടാ മിഡ് പോയിന്റ് ഫോർമുല? മിഡ് പോയിന്റിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ നിങ്ങള്. x1 plus x2 by 2, y1 plus y2 by 2. ഇതായിരുന്നു ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇട്ട് നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ചേ. ഇക്വേഷൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0 plus 4, 0 plus 4 by 2, 4 plus 0 by 2 ആണല്ലോ. 0 plus 4 by 2, 4 plus 0 by 2. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടി. നമുക്കിവിടെ 0 plus 4 എന്ന് പറയുന്നത് 4 by 2 ആണ്. 0 plus 4 ഇവിടെയും 4 by 2 ആണ്. അപ്പൊ സെന്ററിന്റെ കോർഡിനേറ്റ് എങ്ങനെ വരുവാടാ? സെന്ററിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2,2 ആണ് സെന്ററിന്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, 2,2 കിട്ടി. അപ്പൊ അവിടെ സെന്ററിന്റെ കോർഡിനേറ്റ് ഞാൻ ജസ്റ്റ് ഫിഗറിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സി എന്ന് പറയുന്നത് 2,2 ആണ്. ഓക്കെ, അടുത്ത പാർട്ടിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് റേഡിയസ് ഓഫ് സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ്. റേഡിയസ് എന്ന് പറയുമ്പോൾ ഒന്നീ നിങ്ങൾക്ക് സി ബിയുടെ നീളം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സി എയുടെ നീളം കണ്ടുപിടിക്കാം. രണ്ടും സെയിം തന്നെയാണ്, രണ്ടും റേഡിയസ് ആണ്. ഏതെങ്കിലും 2 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റിട്ട് എഴുതാം. റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. ഞാൻ സി ബിയുടെ നീളം എടുക്കാം. സി ബി എന്ന് പറയുന്നത് റേഡിയസ് ആണ്.
റേഡിയസ് അപ്പൊ നിങ്ങൾ ആദ്യം ഡിസ്റ്റൻസ് ഫോർമുല ജസ്റ്റ് ഒന്ന് എഴുതണം. എല്ലാ ക്വസ്റ്റ്യനിലും ഇക്വേഷൻ എഴുതിയേ ചെയ്യാവുള്ളൂ. കാര്യം ഇക്വേഷൻ എഴുതുന്നതിന് നമുക്ക് പ്രത്യേകം മാർക്കുണ്ട്. x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇട്ട് കൊടുക്കടാ. x1 മൈനസ് x2 2 മൈനസ് 4 2 മൈനസ് 4 2 മൈനസ് 4 the whole square plus y1 minus y2 2 minus 0 2 minus 0 the 2 മൈനസ് 4 എന്ന് പറയുന്നത് 2 ഇന്ന് 4 കുറച്ചാൽ -2 ആണ്. -2 സ്ക്വയർ ആണ്. മൈനസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെ ആവും. അപ്പൊ നിങ്ങൾ മൈനസ് അവിടെ വിട്ടേര്. 2വിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 2 സ്ക്വയർ 4 2 സ്ക്വയർ 4 അവിടെ കിട്ടി. ഇവിടെയും 2 മൈനസ് 0 2 തന്നെയാണ്. 2വിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ഈസ് ഈക്വൽ ടു √8. √8 എന്ന് കണ്ടാൽ ഇപ്പോഴും അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് വെക്കുന്ന കുട്ടികളുണ്ട്. തെറ്റിക്കരുത്. 8 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. √8 അങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതി. നിങ്ങൾ ഇനി ഇത് കൂടുതൽ സോൾവ് ചെയ്തൊന്നും കുളവാക്കണ്ട. √8 എന്നങ്ങ് ഇട്ടിരുന്നാൽ മതി. അതാണ് റേഡിയസ്. ക്ലിയർ ആണല്ലോ. അടുത്ത സി പാർട്ട് നമ്മോട് ചോദിച്ചേക്കുന്നത് ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇക്വേഷൻ ഓഫ് സർക്കിളിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതിനും ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്തുവാണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus k the whole square is equal to r square. ഇക്വേഷൻ ഉണ്ട്. x minus h the whole square plus y minus k the whole square is equal to r square. h ഉം k എന്ന് പറയുന്നത് എന്തുവാടാ? സെന്ററിന്റെ വിലയാണ് h ഉം k എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ജസ്റ്റ് ഇട്ട് കൊടുക്കാം. x minus 2 the whole square plus y minus 2. ഈ 2 എവിടെന്നാ വന്നത്? സെന്റർ എ പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു. സെന്ററിന്റെ കോർഡിനേറ്റ് അവിടെ സെന്ററിന്റെ കോർഡിനേറ്റ് ഇട്ട് കൊടുക്കുക. റേഡിയസ് എത്ര വരും? √8. റൂട്ട് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അതാ റൂട്ടൊക്കെ ഇപ്പൊ അങ്ങ് പോവും. റൂട്ടൊക്കെ ഇപ്പൊ അവിടെ നിന്ന് ഓടിപ്പോവും. ഇതാ ഇവിടെ നോക്കിക്കോ. ഇത് ഐഡന്റിറ്റി വെച്ചൊന്ന് ഓപ്പൺ ചെയ്തേ. നിങ്ങൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൽ വെച്ചൊന്ന് ഓപ്പൺ ചെയ്തേ. എങ്ങനെ വരും? a സ്ക്വയർ മൈനസ് 2ab 2 into x into 2 2ab plus b square ക്ലിയർ ആണോ? പ്ലസ് ഇവിടെയും ഐഡന്റിറ്റി വെച്ച് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ y സ്ക്വയർ പ്ലസ് 2 into y into 2 ക്ലിയർ ആണോ? പ്ലസ് 2 സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ ഈസ് ഈക്വൽ ടു √8 സ്ക്വയർ. √8 സ്ക്വയറിന്റെ റൂട്ട് അങ്ങ് നമുക്ക് കളയാം. സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടെ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? അത് ക്യാൻസൽ ആയി പറ്റുള്ളൂ. ഇസ് ഈക്വൽ ടു 8. അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് എഴുതുന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് നോക്കിക്കോളണേ. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ ആണ്. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് എക്സ്പാൻഷൻ. അതിൽ വില കൊടുത്ത് നിങ്ങൾ പതുക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അത് കിട്ടും. എത്ര വരും? എക്സ് സ്ക്വയർ. ഇത് ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് -4x പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 തന്നെയാണ് പ്ലസ് y സ്ക്വയർ പ്ലസ് ഇത് ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 4y പ്ലസ് 4 is equal to 8. ക്ലിയർ ആണോ? 4 പ്ലസ് 4 എത്ര വരും? 4 പ്ലസ് 4 എന്ന് പറയുന്നത് 8. ആ 8ഉം അപ്പുറത്ത് കിടക്കുന്ന 8ഉം തമ്മിൽ ക്യാൻസൽ ആയി പോയി. ക്ലിയർ ആണല്ലോ. അപ്പൊ ബാക്കി എത്ര വരുന്നുണ്ട് ഇക്വേഷനില്? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് y സ്ക്വയർ പ്ലസ് 4y ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. ക്ലിയർ ആണ്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ അവിടെ? സർക്കിളിന്റെ ഇക്വേഷൻ ബാക്കി 8 ക്യാൻസൽ ചെയ്ത് കളഞ്ഞ ബാക്കി കിടക്കുന്ന കാര്യങ്ങൾ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. എക്സ് സ്ക്വയർ 4x y സ്ക്വയർ 4y സൈൻ ചേർത്ത് നമ്മൾ അവിടെ എഴുതിയാൽ മതി. സോറി, ഒരു മിസ്റ്റേക്ക് ഇവിടെ പറ്റി. ഇവിടെ മൈനസ് അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് കൊടുക്കണം. -2ab. നിങ്ങൾ അത് നോട്ട് ചെയ്തായിരുന്നാ? എനിക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. മൈനസ് ഇതാ ഇവിടെ മൈനസ് കൊടുക്കണം. ഇവിടെ ഈ മൈനസ് കൊടുക്കണം. ഇതാ മൈനസ് കൊടുത്താൽ മതി. അപ്പൊ അവിടെ എല്ലാം മൈനസ് കൊടുത്തു വരുമ്പോ ഫൈനൽ ഇക്വേഷൻ അങ്ങ് ഇത്രയാവും. a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്തുവാണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ആ മൈനസ് ആണ് അവിടെ മിസ്സായി പോയത്. നിങ്ങൾ അത് മിസ്സാക്കരുത്. കറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് പഠിച്ചു വെച്ചോ. ക്ലിയർ ആണല്ലോ? അതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. നമുക്ക് ഒരു പാർട്ടും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു.
സർക്കിളില് ഒരു പോയിന്റ് കൂടെ നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. ആ പോയിന്റിന്റെ പ്രത്യേകത എന്തുവാണ്? അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണ്. ആ സർക്കിളിൽ കിടക്കുന്ന ഏതോ ഒരു പോയിന്റ് റാൻഡം ആയിട്ട് ഇവിടെ വരുന്ന പോയിന്റ് ആന്ന് വെച്ചോ, ആ പോയിന്റിന്റെ രണ്ട് വില സെയിം ആണ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എങ്ങനെ 3,3 അല്ലാന്നുണ്ടെങ്കിൽ 5,5 അല്ലെങ്കിൽ 7,7 അങ്ങനെ രണ്ട് കോർഡിനേറ്റും സെയിം ആണ്. അങ്ങനെ വരുന്ന ഒരു പോയിന്റ് ഈ സർക്കിളിലുണ്ട്. ആ പോയിന്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇതാ ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ. നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ കയ്യിൽ സർക്കിളിന്റെ ഇക്വേഷൻ കിടപ്പുണ്ട്. ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതുവാണ്. ഈ ഇക്വേഷനില് നമുക്ക് എക്സും കിടപ്പുണ്ട് വൈയും കിടപ്പുണ്ട്. നമ്മുടെ പോയിന്റ് എങ്ങനെയാ കിടക്കുന്നത്? എക്സും വൈ എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ഇല്ല, രണ്ടും ഒരു നമ്പർ തന്നെയാണ്. അപ്പൊ എക്സ് കോമ വൈ എന്ന് കൊടുക്കുന്നതിന് പകരം ആ പോയിന്റിന് എനിക്ക് എക്സ് കോമ എക്സ് എന്ന് കൊടുത്താലും പോരെ. വൈയെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ് എന്ന് തന്നെ വിളിക്കാം. കാര്യം രണ്ടും സെയിം നീളമാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കിടക്കുന്നിടത്തെല്ലാം വൈയുടെ സ്ഥാനത്തെല്ലാം ഞാൻ എന്ത് കൊടുക്കാൻ പോവുക? എക്സ് കൊടുക്കാൻ പോവുക. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് വൈ സ്ക്വയറിന് പകരം ഞാൻ എക്സ് സ്ക്വയർ എന്ന് തന്നെ വിളിച്ചു. 4y ഞാൻ 4x എന്ന് തന്നെ വിളിച്ചു. കാര്യം രണ്ടും സെയിം എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എക്സ് സ്ക്വയറും കൂടെ കൂട്ടുമ്പോ എത്രയാടാ? 2x സ്ക്വയർ. 2x സ്ക്വയർ കൂട്ടിയ 2x സ്ക്വയർ മൈനസ് 4xും മൈനസ് 4xും മൈനസ് 4 എന്ന് പറയുന്നത് -8 വരും. -8x ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? ഇതിനകത്തുനിന്ന് നമുക്ക് 2x സ്ക്വയർ -8x അങ്ങ് അപ്പുറത്ത് വിട്ടേ. -8x അങ്ങ് അപ്പുറത്ത് വിടുമ്പോഴത്തേക്ക് +8x എന്നാവും. അതിൽ നിന്ന് ഒരു എക്സ് വീതം ക്യാൻസൽ ചെയ്ത് കളയുവാന്നുണ്ടെങ്കിൽ 2x ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. 2x ഈസ് ഈക്വൽ ടു 8 എന്നാണ് അവിടെ കിട്ടുന്നത്. അതിൽ നിന്ന് 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യാന്നുണ്ടെങ്കിൽ 4 എന്ന് വരും. x ഈസ് ഈക്വൽ ടു 4. എക്സിന്റെ വില നമുക്ക് അവിടെ എത്ര വരും? 4 എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും കോർഡിനേറ്റ് വരുന്നത്? രണ്ടും സെയിം ആണ്. എക്സിന്റെ വിലയും വൈന്റെ വിലയും അവിടെ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പൊ കോർഡിനേറ്റ് എങ്ങനെ വരും? 4,4 എന്നുള്ളതാണ് നമ്മുടെ ഇവിടത്തെ കോർഡിനേറ്റ്. ഓക്കെ, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആവുമ്പോ തന്നെ 5 മാർക്ക് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആവുമ്പോ തന്നെ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് അധികം ഉണ്ടാവും. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും 2ഓ 3ഓ വട്ടം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവുന്നത് പോലെ തന്നെ ചെയ്ത് പഠിക്കുക. ഒരുപാട് ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തങ്ങ് പോകരുത്. കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്കും കുറയും അതിൽ നിന്ന്. അത് ശ്രദ്ധിച്ചോളണം. അതുകൊണ്ട് വലിയ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇത് ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി ആപ്ലിക്കേഷൻ ട്രിഗണോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Boy is standing in between two buildings of same height. The boy and the building are on same line. From there, he sees the top of the building at an angle of elevation 45 degree and 30 degree. The shortest distance between the boy and the building is 20 meter. The question ഒക്കെ നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ദാ ഫിഗർ നോക്കിക്കോ. രണ്ട് ബിൽഡിങ്സ് ഉണ്ട്. രണ്ട് ബിൽഡിങ്സും ഒരേ ഹൈറ്റ് തന്നെയാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെയിം ഹൈറ്റ് ഉള്ള രണ്ട് ബിൽഡിങ്. ആ രണ്ട് ബിൽഡിങ്ങിനെ ഒരേ ലൈനിൽ നമ്മൾ വരയ്ക്കുവാന്നുണ്ടെങ്കിൽ ആ ലൈനിൽ തന്നെയാണ് ആര് നിൽക്കുന്നത്? ഒരു ബോയ് നിൽക്കുന്നത്. പക്ഷെ ബോയിയെ നമ്മൾ അവിടെ ഒരു ലൈൻ ഇട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാര്യം ബോയിയുടെ ഹൈറ്റ് ഇവിടെ തന്നിട്ടില്ല. ബോയിയുടെ ഹൈറ്റ് തന്നിരിക്കാത്തത് കൊണ്ട് തന്നെ ബോയിയെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സാധാ പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ബോയ് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? രണ്ട് ബിൽഡിങ്ങിന്റെ മേളിലോട്ട് നോക്കുന്നുണ്ട്. അതാ ഇവിടെ നിന്ന് ഈ ബിൽഡിങ്ങിന്റെ മേളിലോട്ട് നോക്കുന്നുണ്ട്, ഈ ബിൽഡിങ്ങിന്റെ മേളിലോട്ട് നോക്കുന്നുണ്ട്. രണ്ട് ബിൽഡിങ്ങും ഒരേ ഹൈറ്റ് തന്നെയാണ്. രണ്ട് എലിവേഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ആ എലിവേഷൻ നിങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യോടാ? ഒരു 40, രണ്ടും സെയിം എലിവേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇവിടെ ഒരെണ്ണം 45 ഡിഗ്രിയും ഒരെണ്ണം 30 ഡിഗ്രിയും ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. അപ്പൊ എങ്ങനെ മാർക്ക് ചെയ്യും? ഞാൻ ഈ ഫിഗർ വരച്ചിരിക്കുന്ന അനുസരിച്ച് ബോയ് നിൽക്കുന്നത് രണ്ട് ബിൽഡിങ്ങിന്റെ നടുക്കല്ല. അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും. അപ്പൊ നടുക്കല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വശം ചേർന്നാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് മേളിലോട്ട് നോക്കുന്നു, ഇവിടെ നിന്നുകൊണ്ട് മേളിലോട്ട് നോക്കുന്നു. നമ്മൾ ഏതൊരു ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിന്റെയും നമ്മൾ അടുത്ത് പോയി നിന്ന് നോക്കിയാണ്. അടുത്ത് പോയി നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കേണ്ടി വരും? മേളില് കുത്തനെ നോക്കേണ്ടി വരും. ദൂരെ നിന്നാണ് നോക്കുന്നതെങ്കിൽ അത്രയും ഉയരത്തിൽ നമ്മൾ നോക്കണ്ട.
അല്ലെ? അപ്പൊ അടുത്ത് നിന്ന് ഒരു ഒബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ കുത്തിനെ ഇങ്ങനെ മേളിലോട്ട് നമ്മൾ നോക്കേണ്ടി വരും. ഒരു ബിൽഡിങ്ങിന്റെ അടിയിൽ പോയി നിന്ന് അതിന്റെ മേളിലത്തെ ഫ്ലോറിലോട്ട് നോക്കണമെങ്കിൽ നമ്മൾ നല്ലോണം ഉയർന്ന് നോക്കേണ്ടി വരും, അല്ലെ? അപ്പം ഈ ബിൽഡിങ്ങിന്റെ അടുത്താണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് ആംഗിൾ വരും? നല്ലോണം മേളിലോട്ട് നോക്കേണ്ടി വരും. അപ്പൊ ഈ ആംഗിൾ 45 ആണ് ഇവിടെ എടുക്കേണ്ടത്. അത് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാര്യം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില കുട്ടികളൊക്കെ ആംഗിൾ എടുത്തതിൽ തെറ്റി, അത് കാരണം പ്രോബ്ലം തെറ്റിയിട്ടുണ്ട്. അപ്പം അടുത്ത് ഒരു ബിൽഡിങ്ങുമായിട്ടോ ഒരു ട്രീയുമായിട്ടോ അല്ലെങ്കിൽ ടവറുമായിട്ടോ ഒക്കെ അടുത്ത് നിന്ന് നോക്കുന്നിടത്താണ് കൂടുതൽ എലിവേഷൻ ആംഗിൾ വരുന്നത്. ക്ലിയർ ആണല്ലോ? ദൂരെ നിന്ന് ഈ ബിൽഡിങ്ങിൽ ഇത്രയും ദൂരെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത്രയും കുത്തനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് 30 ഡിഗ്രി എലിവേഷനിലാണ് നിൽക്കുന്നത്. ക്ലിയർ ആണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ക്വാണ്ടിറ്റിയും കൂടെ തന്നിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് ഈസ് 20 മീറ്റർ. ബോയിയും ബിൽഡിങ്ങും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇത് ഏതാടാ? ബോയിയും ബിൽഡിങ്ങും തമ്മിലുള്ള ദൂരമാണ് ഒന്നിത്. ഇതിനകത്ത് ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണ്? ഇത്. ഈ രണ്ട് പോയിന്റ്സ്, അതായത് ഈ ആംഗിളും 20 ഡിഗ്രിയും മാർക്ക് ചെയ്യുന്നതിലാണ് ചില കുട്ടികൾക്കെങ്കിലും മിസ്റ്റേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെടുത്ത് പറഞ്ഞത്. ഇവിടെ 40 ഡിഗ്രി വരും, അവിടെ തന്നെയാണ് 20 മീറ്റർ വരുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് 20 മീറ്റർ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വന്നാൽ നമ്മൾ കുത്തനെ നോക്കണം. ആംഗിൾ ഓഫ് എലിവേഷൻ വലുതായിരിക്കും അവിടെ എടുക്കേണ്ടത്. ഇനി ജസ്റ്റ് പേര് കൊടുക്കാം. ABCD നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേര് കൊടുക്കാം. പേര് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ AB-യുടെ നീളവും DE-യുടെ നീളവും സെയിം ആണ്. അത് ആരുടെ നീളം തന്നെയാണ്? ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് തന്നെയാണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് തന്നെയാണ് നമ്മൾ അവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ട്രയാങ്കിൾ കൊടുക്കാം. ഇത് 90 ഡിഗ്രി ആണ്, 90 ഡിഗ്രി ആണ്. ഇത് 45 ആണ്, 45 ആണ്. 45 ഡിഗ്രി ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താണ്? 1:1:√2 ആണല്ലേ റേഷ്യോ. അങ്ങനെ റേഷ്യോ വരുമ്പോ നമുക്ക് രണ്ട് സൈഡ്സും അവിടെ സെയിം ആയിട്ട് വരും. ഇത് 20 മീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതും എത്ര ആയിരിക്കുമെടാ? ഇതും 20 മീറ്റർ തന്നെയാണ്. 45 ഡിഗ്രി ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ്, നമുക്ക് അവിടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 45 ഡിഗ്രി ട്രയാങ്കിൾ ആണെങ്കിൽ രണ്ട് വശം സെയിം ആയിരിക്കും. 20 മീറ്റർ. നിങ്ങൾ റേഷ്യോ വാല്യൂ ഇങ്ങോട്ട് കമ്പയർ ചെയ്യണ്ട, ഒറ്റയടിക്ക് അവിടെ ഉത്തരം എഴുതിക്കോ. AB-യുടെ നീളം എന്ന് പറയുന്നത് എത്ര വരും? AB is equal to 20 മീറ്റർ വരും. AB 20 മീറ്റർ ആയാൽ ഓട്ടോമാറ്റിക്കലി DE-യും 20 മീറ്റർ ആവും. രണ്ടും സെയിം ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അത് വെച്ചുകൊണ്ട് ഈ ട്രയാങ്കിൾ എടുത്തേടാ. ഈ ട്രയാങ്കിളില് CD എന്ന് പറയുന്ന നീളം നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആ ട്രയാങ്കിളില് CD എന്നുള്ള നീളം നിങ്ങൾ എങ്ങനെ എടുക്കും? ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി ആണല്ലോ. മൂന്നാമത്തെ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ഒന്ന് കൊടുത്തേ. റേഷ്യോ കൊടുക്കുമ്പോ ഈ ട്രയാങ്കിൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മാറ്റി വരയ്ക്കണോ? അല്ലെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് മാർക്ക് ചെയ്യട്ടെ. 30യുടെ ഓപ്പോസിറ്റ് 1:60യുടെ ഓപ്പോസിറ്റ് √3:90യുടെ ഓപ്പോസിറ്റ്. ഇനി നമുക്ക് CD അല്ലേടാ അവിടെ കണ്ടുപിടിക്കാനുള്ളത്. CD-യുടെ വില നിങ്ങൾ നോക്കി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റേഷ്യോയും വാല്യൂയും കൂടെ കമ്പയർ ചെയ്ത് വേണമെങ്കിൽ അവിടെ പറയാം. റേഷ്യോയും വാല്യൂയും കൂടെ ഞാൻ അവിടെ കമ്പയർ ചെയ്യാൻ പോവാ. റേഷ്യോ വാല്യൂ കൂടെ കമ്പയർ ചെയ്യുവാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നോക്കി വേണമെങ്കിൽ ഒറ്റയടിക്ക് ഇവിടെ ഉത്തരം പറയാം. വേണ്ട, നിങ്ങൾ ജസ്റ്റ് റേഷ്യോ വാല്യൂ ശീലിച്ചെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് ചെയ്യുക. റേഷ്യോ എന്ന് പറയുന്നത് 1, വാല്യൂ 20 ആണ്. 1 എന്നുള്ള റേഷ്യോന് തുല്യമായിട്ടുള്ളത് 20. അങ്ങനെയാണെങ്കിൽ √3 എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് തുല്യമായിട്ടുള്ളതാണ് CD. രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എത്ര വരുവാടാ? 1 into CD. CD is equal to 20 √3 സെന്റിമീറ്റർ. 20 √3 സെന്റിമീറ്റർ ആണ് നമ്മുടെ CD-യുടെ നീളം. ഓക്കെ, അപ്പൊ CD-യുടെ നീളം നമുക്ക് അവിടെ കിട്ടി. CD is equal to CD-യുടെ നീളം എന്ന് പറയുന്നത് 20 √3 സെന്റിമീറ്റർ ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന എന്തുവാ? ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, നമുക്ക് A പാർട്ട് ഞാൻ പറഞ്ഞു. A പാർട്ട് എന്ന് പറയുന്നത് എന്തുവാണ്? റഫ് ഫിഗർ ആണ് നമുക്ക് A പാർട്ടിൽ വരയ്ക്കാനായിട്ടുള്ളത്. B പാർട്ട് എന്ന് പറയുന്നത് എന്തുവാണ്? ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് നമുക്ക് ഇവിടെ കിട്ടി. B പാർട്ട് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. 20 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയും 20, ഇവിടെയും 20, അത് നമുക്ക് ഓൾറെഡി കിട്ടി. C പാർട്ടിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. C പാർട്ട് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ്സ്, ബിൽഡിംഗ് തമ്മിലുള്ള ഡിസ്റ്റൻസ്.
ഈ ഒരു നീളമാണ് നമുക്ക് വേണ്ട ബിൽഡിംഗ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആ ബിൽഡിംഗ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കിട്ടുവാടാ? രണ്ടും കൂടെ കൂട്ടിയാ പോരെ. ഇത് 20 ഉണ്ട്, ഇത് 20√3 ഉണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ഞാൻ ദാ ഇവിടെ എഴുതാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് എത്രയാവും? സി പാർട്ടിന്റെ ഉത്തരം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് 20 + 20√3. ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് കൂടെ ഒരു സെന്റൻസ് കൂടെ ചേർക്കണം അവിടെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 20 + 20√3. അതിൽ നിന്ന് 20 ഇങ്ങ് കോമൺ ആയിട്ട് ഇങ്ങ് വെളിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ വരും? 1 + √3. പറ്റുമെങ്കിൽ കോമൺ ആയിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുക. ഇത്രയും മീറ്റർ. മീറ്റർ ആണ് യൂണിറ്റ്. ഞാൻ ഇവിടെ സെന്റിമീറ്റർ എന്ന് എഴുതിപ്പോയല്ലേ. മീറ്റർ ആണ് ഇവിടത്തെ യൂണിറ്റ്. കാര്യം ഇങ്ങനത്തെ ട്രിഗണോമെട്രിക് പ്രോബ്ലംസിലെല്ലാം മീറ്റേഴ്സേ യൂണിറ്റ് വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ നീളവും കൂടെ അങ്ങ് കൂട്ടിക്കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure, the midpoint of the quadrilateral ABCD are joined to form a small quadrilateral PQRS. ഫിഗർ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം. ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ആ ക്വാഡ്രിലാറ്ററലിന്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അകത്തൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. അതിൽ ചിലതിന്റെയൊക്കെ കോർഡിനേറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എ പാർട്ടിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് പി എന്നുള്ള കോർഡിനേറ്റ്. പി എന്നുള്ള കോർഡിനേറ്റ് നിങ്ങൾ ഇതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ 4ാമത്തെ കോർഡിനേറ്റ് ആണ് പി. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററില് 3 വെർട്ടെക്സ് തന്നിട്ടുണ്ട്. 4ാമത്തെ വെർട്ടെക്സ് എങ്ങനെയാടാ കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു എളുപ്പ വഴി ഉണ്ടായിരുന്നല്ലോ 4ാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കാനായിട്ട്. എങ്ങനെ കണ്ടുപിടിക്കും? പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ് അങ്ങ് കുറച്ചു കൊടുത്താൽ പോരെ. സ്റ്റെപ്പ് ഇല്ല, ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. ഇതാ ഇത് രണ്ടും കൂടെ കൂട്ടിയേ 9 + 3. 9 + 3 എന്ന് പറയുന്നത് എത്ര വരും? 12. 12ൽ നിന്ന് എന്ത് ചെയ്യണം? 6 കുറയ്ക്കുമ്പോഴത്തേക്ക് 12 - 6 6. ക്ലിയർ ആണല്ല? വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. വൈ കോർഡിനേറ്റ് രണ്ടും കൂടെ അങ്ങ് കൂട്ടിക്കേ. 3 + 5. 3 + 5 എന്ന് പറയുന്നത് 8. 8ൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴത്തേക്ക് 2. 6,2. അതാണ് പിയുടെ കോർഡിനേറ്റ്. ഒറ്റയടിക്ക് ഒരു മാർക്ക്. സ്റ്റെപ്പ് ഒന്നുമില്ല, നിങ്ങൾക്ക് നോക്കി കുറച്ചെടുത്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ബി, സി ആൻഡ് ഡി ഓഫ് ലാർജ് ക്വാഡ്രിലാറ്ററൽ. ലാർജ് ക്വാഡ്രിലാറ്ററൽ നമുക്ക് എ മാത്രമേ തന്നിട്ടുള്ളൂ. ബിയും സിയും ഡിയും ഇവിടെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഈ എ ബി എന്ന് പറയുന്ന ലൈനില് പിയുടെ പ്രത്യേകത എന്തുവാടാ? പി എന്ന് പറയുന്നത് ഒരു മിഡ് പോയിന്റാ. ആ മിഡ് പോയിന്റിന്റെ വരെയാണ് നമുക്കിപ്പൊ കിട്ടിയത് 6,2. 6,2 എന്ന് നമുക്ക് ഇവിടെ കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബിയുടെ വില നിങ്ങൾ x,y എന്നൊന്ന് കൊടുത്ത് നോക്ക്. x,y എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ആ x,yയുടെ വില കണ്ടുപിടിക്കാൻ പറ്റൂലേ? മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് അങ്ങ് ചെയ്താൽ പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇതാ നോക്കിക്കേ, ഇവിടത്തെ x കോർഡിനേറ്റ് തമ്മിൽ കൂട്ടുന്നത് /2 ആണ് ഈ വില. y കോർഡിനേറ്റ് തമ്മിൽ കൂട്ടി /2 ആണ് ഈ വില. മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? x1 + x2/2 y1 + y2/2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x കോർഡിനേറ്റ് ഒന്ന് കൂട്ടിക്കേ. 2 + x/2 അല്ലേ? 2 + x/2 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഇവിടത്തെ x കോർഡിനേറ്റിന് തുല്യമാണ്. ഈസ് ഈക്വൽ ടു 6 അല്ലേ? അതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതാ ക്രോസ് ചെയ്തെടുത്തേ. 2 + x = 12. അതിൽ നിന്ന് x = എത്ര വരുവാടാ? 12. ഈ +2 അങ്ങ് അപ്പുറം പോകുമ്പോൾ -2 ആകുമ്പോഴത്തേക്ക് 10. കിട്ടിയല്ലേ? 10 എന്ന് വന്ന് ഇവിടത്തെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടത്തെ x ആയി. y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? y തമ്മിൽ ഇതേ കണക്ക് കൂട്ടിയേ. y തമ്മിൽ കൂട്ടി /2 ചെയ്യുന്നതല്ലേ y1 + y2/2 അല്ലേ? y1 + y2/2. y1ഉം y2/2 ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു അവിടുത്തെ y കോർഡിനേറ്റ് എത്രയാണ്? 2 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, നമ്മൾ അവിടെ എ പാർട്ട് കണ്ടുപിടിച്ചു. എ പാർട്ടിൽ അവിടെ 2 ആണെന്ന് കണ്ടുപിടിച്ചു. ഇത് ക്രോസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നോക്കിക്കേ. 1 + y = 4. അതിൽ നിന്ന് y = എത്ര വരും? 4 - 1. 1 അങ്ങ് അപ്പുറം പോകുമ്പോൾ -1 ആവും. അപ്പൊ ബിയുടെ കോർഡിനേറ്റ് എത്ര വരുവാടാ? ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 10,3 ആണ് ബിയുടെ കോർഡിനേറ്റ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ബിയുടെ കോർഡിനേറ്റ് നമുക്ക് അവിടെ കിട്ടി. ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്
10,3 ആണെന്ന് കിട്ടി. അത് വെച്ചുകൊണ്ട് അടുത്തത് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. സിക്ക് ഞാൻ x,y എന്ന് വിളിച്ചിനി. ഇനി ഞാൻ സി എ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സിക്ക് x,y എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും x കോർഡിനേറ്റ് ബൈ 2 അതാണ് 9 അല്ലെ? രണ്ടിന്റെയും y കോർഡിനേറ്റ് ബൈ 2 അതാണ് 5. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ അങ്ങ് ചെയ്തേ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, സ്വന്തമായിട്ട് തന്നെ അങ്ങ് ചെയ്ത് നോക്കിക്കേ. 10 പ്ലസ് എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു 9 അല്ലെ? രണ്ടിന്റെ x കോർഡിനേറ്റ് ബൈ 2 ഈസ് ഈക്വൽ ടു 9. ക്രോസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 10 plus x is equal to 18. X is equal to 18 minus 10 is equal to 8. നേരത്തെ പോലെ ചെയ്തതുപോലെ തന്നെയാണ്. y കോർഡിനേറ്റ് എങ്ങനെ വരുവാടാ? y കോർഡിനേറ്റ് രണ്ടും കൂടെ കൂട്ടിക്കേ. 3യും y-യും 3 plus y by 2 is equal to അവിടത്തെ y കോർഡിനേറ്റ് എത്രയാടാ? 5. ക്വസ്റ്റ്യനിൽ ഉണ്ട്, നിങ്ങൾ നോക്കി അങ്ങ് എടുത്താൽ മതി. ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 3 plus y is equal to 10. അതിൽ നിന്ന് y is equal to 10 minus 3 is equal to 7. ഓക്കെ, അപ്പൊ അവിടത്തെ y കോർഡിനേറ്റ് സിയുടെ വാല്യൂ എത്ര കിട്ടി? സിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 8,7. സിമ്പിൾ ആയിട്ട് അവിടെ കിട്ടുന്നില്ലേ? അപ്പൊ സിയുടെ വില നിങ്ങൾക്ക് അവിടെ കിട്ടി. സിയുടെ വില എന്ന് പറയുന്നത് 8,7 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡിയുടെ കോർഡിനേറ്റ് ആണ്. ഡിയുടെ കോർഡിനേറ്റ് ഞാൻ ഇനി x,y എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഓരോന്നും മാറി വരുമ്പോ അങ്ങനെ മാറ്റി മാറ്റി അങ്ങ് എടുത്താൽ മതി നിങ്ങൾ. ഡിയുടെ കോർഡിനേറ്റ് x,y എന്ന് പറഞ്ഞെടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ഞാൻ അത് മാറ്റിട്ട് ഇവിടെ എഴുതാം. നിങ്ങൾ നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഡിയുടെ കോർഡിനേറ്റ് എങ്ങനെ? നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നെങ്കിൽ നിങ്ങൾ എസ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാനിത് ചെയ്യാൻ പോവാണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഞാൻ ഇവിടെ ചെയ്യാം. അപ്പൊ ഡിയുടെ കോർഡിനേറ്റ് x,y എടുത്തു. ഡി ഇവിടെ x,y ആണ്. സി എന്ന് പറയുന്നത് 8,7 ആണ്. അപ്പം 8 plus x by 2 is equal to 6. അതിൽ നിന്ന് ക്രോസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 8 plus x is equal to 12. x is equal to 12 minus 8 is equal to 4. y കോർഡിനേറ്റ് വരുമ്പോഴത്തേക്ക് y തമ്മിൽ കൂട്ടി y plus 7 by 2 is equal to 6. ക്രോസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് y plus 7 is equal to 12. y is equal to 12 minus 7 is equal to 5. അപ്പൊ കോർഡിനേറ്റ്സ് എങ്ങനെ വരും? ഡിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4,5. ഡിയുടെ കോർഡിനേറ്റ് 4,5. നിങ്ങളിപ്പോ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് 4,5 തന്നെ നിങ്ങൾക്ക് വന്നോ? അങ്ങനെ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണം. എല്ലാരും ചെയ്തു നോക്കണം, വിട്ടുകളയരുത്. വീഡിയോ പോസ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് കിട്ടിയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അടുത്ത ഇതായിരുന്നു നമുക്ക് ബി പാർട്ടിൽ നമുക്ക് 3 കോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു. ബി സി ഡി കോർഡിനേറ്റ്സ് കിട്ടി. അടുത്ത സി പാർട്ട്, ലാസ്റ്റ് പാർട്ട്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽ പി ക്യു ആർ എസ്? പി ക്യു ആർ എസ് എന്ന് പറയുന്ന അകത്ത് കിടക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഡയഗണലിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് എന്നൊക്കെ ചുമ്മാ അവര് കറക്കിയൊക്കെ ചോദിക്കും. ഒന്നും വേണ്ട, നിങ്ങൾ കണ്ണും പൂട്ടി മിഡ് പോയിന്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഡയഗണൽസിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്. ഇപ്പൊ അങ്ങ് പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യനില് ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് ചോദിക്കും. മിഡ് പോയിന്റ് ചോദിച്ചാൽ നിങ്ങൾ ഡയഗണൽസിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ചോദിക്കും. ഇന്റർസെക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മിഡ് പോയിന്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. പി ക്യു ആർ എസ് എന്ന് പറയുന്ന അകത്ത് കിടക്കുന്ന ക്വാഡ്രിലാറ്ററലിന് ഇതൊരു ഡയഗണലാണ് അല്ലെ? ഇതും ഒരു ഡയഗണലാണ്. 2 ഡയഗണലിന്റെ നിങ്ങൾ കണ്ടുപിടിക്കുമൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഡയഗണലിന്റെ കണ്ടുപിടിച്ചാൽ മതി. ഇഷ്ടമുള്ള ഒരു ഡയഗണലിന്റെ കണ്ടുപിടി. ഞാൻ ഇവന്റെ കണ്ടുപിടിക്കാം. പി ആറിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പോവുക. മിഡ് പോയിന്റ് ഓഫ് പി ആർ. മിഡ് പോയിന്റ് ഓഫ് പി ആർ ആണ് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ അങ്ങ് ആദ്യം അങ്ങ് എഴുതാം. എന്താണ് ഇക്വേഷൻ? x1 plus x2 by 2 y1 plus y2 by 2. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇട്ടുകൊടുത്ത വിലയെന്ന് ഇട്ടുകൊടുത്ത x1 plus x2 6 plus 6 by 2 y1 plus y2 2 plus 6 by 2.
ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 12/2 8/2 എന്ന് വരും. എത്ര വരുവാടാ? 12/2 എന്ന് പറയുന്നത് എത്രയാണ്? 12/2 എന്ന് പറയുന്നത് 6, 8/2 എന്ന് പറയുന്നത് 4. 6,4 ആണ് നമ്മൾ അവിടുത്തെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽ എന്ന് വന്നാൽ അപ്പൊ കണ്ണും പൂട്ടി മിഡ് പോയിന്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ അകത്ത് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഒരു ഇൻസർക്കിൾ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ടാൻജൻസി എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇതിനകത്ത് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ ബി 50 ഡിഗ്രി മാർക്ക് ചെയ്തു. സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ആംഗിൾ പി ഒ ക്യു. ഇതായിരുന്നു നമുക്ക് ചോദിച്ചത് എ പാർട്ടിൽ. പി ഒ ക്യു സിമ്പിൾ ആയിട്ട് നമുക്ക് 1 മാർക്കിന്റെ സെക്ഷനിലും ഒക്കെ ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാം. പി ഒ ക്യു എത്രയാണ്? ഈ പി ഒ ക്യു എന്നുള്ള വാല്യൂ എത്ര വരും? നമ്മൾ കൺസ്ട്രക്ഷനിലും ഈ ഐഡിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യന്റെ കൂടെ ഈ ക്വസ്റ്റ്യൻ വന്നത്. എത്ര വരും? 180 നിന്ന് കുറച്ചാൽ പോരേടാ. 180 മൈനസ് 50. 180 മൈനസ് 50 എന്ന് പറയുന്നത് 130. അപ്പൊ നമുക്ക് ഈ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ 180 ന്ന് 50 അങ്ങ് കുറച്ചാൽ മതി. ഇപ്പൊ ഇത് തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യോടാ? 180 ന്ന് ഇതങ്ങ് കുറച്ചാൽ മതി. ഇത് തന്നിട്ട് ഇത് തന്നാൽ എന്ത് ചെയ്യും? 180 ന്ന് കുറച്ചങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഓരോ കറസ്പോണ്ടിങ് ആംഗിൾസും ഈ റേഡിയസിന്റെ ഇടയിൽ വരുന്ന ആംഗിളും ടാൻജൻസിന്റെ ഇടയിൽ വരുന്ന ആംഗിളും, ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ്, അവർ രണ്ടുപേരും എങ്ങനെയാണ്? സപ്ലിമെന്ററി ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഒരു ആംഗിൾ 180 ന്ന് അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ 180 ന്ന് 50 കുറയ്ക്കുമ്പോൾ നമുക്ക് ആംഗിൾ കിട്ടും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ തലതിരിഞ്ഞ് വന്ന് ഫിഗർ തന്നാലും ഇതേ പ്രോപ്പർട്ടി അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് ഒരു കൺസ്ട്രക്ഷൻ ആണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ക്രിസ്മസ് എക്സാമിനെന്ന് മാത്രമല്ല ഫൈനൽ SSLC എക്സാമിനും ഉറപ്പായിട്ടും 10-15 മാർക്കോളം കൺസ്ട്രക്ഷൻ തന്നെ ചോദിക്കും. സർക്കിൾസിൽ നിന്നും ടാൻജൻസിൽ നിന്നുമായിട്ട് അത്രയും കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് സാധാരണ വരാറുണ്ട്. 10 മാർക്കിന് മേളിൽ ഉറപ്പായിട്ടും കൺസ്ട്രക്ഷൻ വരും. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് കൺസ്ട്രക്ഷൻ. നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയരുത്. ഞാൻ ഇവിടെ ഒരു റഫ് ആയിട്ട് ഒന്ന് വരയ്ക്കാം. നിങ്ങൾ സ്കെയിലും പ്രൊട്രാക്ടറും ഒക്കെ ഉപയോഗിച്ച് വളരെ ഫെയർ ആയിട്ട് തന്നെ ഈ ഫിഗർ വരയ്ക്കണം പരീക്ഷയ്ക്ക്. Draw a circle of radius 2.5 centimeter. 2.5 centimeter ആദ്യം സ്കെയിലിൽ നീളം എടുത്ത് കോമ്പസിൽ പിടിക്കണം. കോമ്പസ് എടുത്തതിന് ശേഷം കോമ്പസ് കുത്തി 2.5 സെന്റിമീറ്റർ വരുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. 2.5 സെന്റിമീറ്റർ റേഡിയസ് ആക്കി വരുന്ന ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കണം. ചുമ്മാ അതങ്ങ് വരച്ചാൽ മതി. ഇനി നമുക്ക് അതിനകത്തൊരു ട്രയാങ്കിള്, അതിനകത്തല്ല, അതിന് വെളിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിൾ വരയ്ക്കുമ്പം ഇൻ സച്ച് എ വേ ദാറ്റ് ആ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ 3 ആംഗിൾസ്? 50 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. അപ്പൊ ഈ 3 ആംഗിൾസ് ആണ് നമ്മൾ വരയ്ക്കുന്നത് ഫിഗറിൽ? അല്ല. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ആംഗിൾസിനെയും 180 ന്ന് കുറച്ചെടുക്കണം. 180 ന്ന് കുറച്ചുള്ള വാല്യൂ വേണം നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷനിൽ ചെയ്യാനായിട്ടുള്ള. ഇപ്പം 180 മൈനസ് 50 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 130 കിട്ടും. 180 മൈനസ് 60 വരുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 120 വരും. 180 മൈനസ് 70 വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 110 വരും. ഈ 3 ആംഗിൾസ് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്കിക്കോ. നമുക്ക് ഇവിടെ ഒരു റേഡിയസ് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടു. റേഡിയസ് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോ ആംഗിൾസും പ്രൊട്രാക്ടർ എടുത്ത് മാർക്ക് ചെയ്യണം. ഒരു 130 ഡിഗ്രി ഇങ്ങോട്ട് 130 ഡിഗ്രി എടുത്തതിന് ശേഷം പ്രൊട്രാക്ടറിൽ വരയ്ക്കണം. അതിനുശേഷം അവിടെ നിന്നൊരു 120 എടുക്കണം. 120 എടുത്തതിന് ശേഷം പ്രൊട്രാക്ടറിൽ വരയ്ക്കണം. അതിനുശേഷം റിമൈനിങ് ആയിട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും? 110 വരും. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മതി. ഇനി എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എടുത്ത് ഈ ഓരോ എൻഡ് പോയിന്റ്സിലും വെച്ചിട്ട് ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ ഇങ്ങനെ നീട്ടിയിടണം. ഈ ഓരോ പോയിന്റ്സിലും എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ 2 സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വിടണം. ഇവിടെയും എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എടുത്ത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം
ഇങ്ങനെ ലൈൻ ഇങ്ങനെ നീട്ടിവിടണം രണ്ട് സൈഡിലോട്ടും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ വരച്ച ലൈൻ ചെന്ന് കൂട്ടിമുട്ടും. ഫിഗർ വലുതായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് പേജ് ഏകദേശം ഒരു പേജ് എടുക്കത്തക്ക രീതിയിൽ തന്നെ നിങ്ങൾ ആ കൺസ്ട്രക്ഷൻ ചെയ്യണം. എങ്കിലേ നമുക്ക് കറക്റ്റ് കിട്ടും. അല്ലെങ്കിൽ മേളിൽ ചെയ്ത ക്വസ്റ്റ്യന്റെ അകത്തോട്ട് കയറി പോകും നമ്മൾ വരയ്ക്കുന്നത്. വലിയൊരു ഫിഗർ ആയിരിക്കും. ഇത് കൂട്ടിമുട്ടി ബാക്കി ലൈൻസ് വേണമെങ്കിൽ നമുക്ക് മാച്ച് കളയാം. ഇട്ടിരുന്നാലും പ്രശ്നവുമില്ല. കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് നമുക്ക് റഫ് ലൈൻസ് വന്നാലും പ്രശ്നമില്ല. ഇത്രയുമാണ് നമ്മുടെ ഫിഗർ. ഇനി നമ്മൾ ഒരു കാര്യം അതിൽ മാർക്ക് ചെയ്യണം, എങ്കിലേ ആ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. 110 എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന നമ്പർ ആണോ? അല്ല. 110 എന്തിനാടാ നമ്മൾ 110 എടുത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്ത 70ക്ക് പകരമാ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഇവിടെ അങ്ങ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. 110ന് പകരം 70, 120ക്ക് പകരം ഏതാണ് 60 ഡിഗ്രി, 130ക്ക് പകരം ഈ എൻഡിൽ വരുന്നത് 50 ഡിഗ്രി. ഓക്കെ, അതും കൂടെ മാർക്ക് ചെയ്ത ഫുൾ മാർക്ക്. ചിലപ്പം കൺസ്ട്രക്ഷൻ ഇതേ കണക്ക് 6 മാർക്കിന് തന്നെ ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് തന്നെ ഡയറക്റ്റ് ചോദിക്കാം, സബ് പാർട്ട് ഇല്ലാതെ. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ്, റേഡിയസും 3 ആംഗിൾസും കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതോടെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് തന്നെയാണ് ചെയ്തത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ലെങ്തി ആയതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. സെക്കൻഡ് പാർട്ടും നിങ്ങൾ കറക്റ്റ് കണ്ട് അത് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് കറക്റ്റ് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലായി, മറ്റ് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കമന്റിൽ എനിക്കൊരു ലവ് ഹാർട്ട് തന്നേക്കുക. വേറെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ തന്നെ രേഖപ്പെടുത്തുക. നമ്മുടെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ECVSലെ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. മറ്റു കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആവും. പഠിക്കണമെന്ന് താല്പര്യമുള്ള മറ്റു കുട്ടികൾക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്രിസ്മസ് ക്വസ്റ്റ്യൻ കിട്ടാനായിട്ട്, ക്രിസ്മസ് ക്വസ്റ്റ്യനും ആൻസർ കീയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീയും കൂടെ കിട്ടാനായിട്ട് നമ്മുടെ ECVSന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.